നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ ബാർ കൌൺസിലിന് ഔദ്യോഗിക പരാതി നൽകി അതിജീവിത. രാമൻപിള്ള ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ നിയമവിരുദ്ധ ഇടപെടലുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി. ഇമെയിലായി നൽകിയ പരാതി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ബാർ കൌൺസിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് അതിജീവിത രേഖാമൂലം പരാതി നൽകിയത്. നടൻ ദിലീപിന്റെ അഭിഭാഷകരായ ബി രാമൻപിള്ള, ഫിലിപ്പ് ടി വർഗീസ്, സുജേഷ് മേനോൻ എന്നിവർക്കെതിരെയാണ് അതിജീവിതയുടെ പരാതി. കേസ് അട്ടിമറിക്കാൻ പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിലെ ആശങ്കയാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. സാക്ഷികളെ മൊഴിമാറ്റാനും തെളിവ് നശിപ്പിക്കാനും അഭിഭാഷകർ ശ്രമിച്ചതിന്റെ തെളിവുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഭിഭാഷകരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യമാണ് അതിജീവിത ഉയർത്തുന്നത്. നേരത്തെ ഇമെയിൽ വഴി അതിജീവിത ബാർ കൌൺസിലിന് പരാതി നൽകിയെങ്കിലും ഇത് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് രേഖാമൂലം പരാതി നൽകിയത്. നേരിട്ട് ബാർ കൌൺസിൽ നിഷ്കർഷിക്കുന്ന ഫീസ് അടച്ച് നൽകുന്ന പരാതിയിൽ മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്നതാണ് ചട്ടം. വിശദമായ നിയമപരിശോധനകൾക്കൊടുവിലാണ് പരാതി തയ്യാറാക്കി അതിജീവിത ബാർ കൌൺസിലിന് കൈമാറിയത്. പരാതിയുടെ 30 പകർപ്പുകളും ഇംഗ്ലീഷ് പരിഭാഷയും ബാർ കൌൺസിലിന് കൈമാറിയിട്ടുണ്ട്. അതിജീവിത കൈമാറിയ പരാതിയുടെ പകർപ്പ് അംഗങ്ങൾക്ക് കൈമാറുകയും തുടർന്ന് ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ബാർ കൌൺസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അതിജീവിതയുടെ പരാതിയിൽ ബാർ കൌൺസിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. ആർ റോഷിപാൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ദിലീപിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി അന്വേഷണ സംഘം. ദിലീപും കൂട്ടുപ്രതികളും നേരത്തെ തന്നെ വീഡിയോ കണ്ടിരുന്നു എന്നതിന് അന്വേഷണ സംഘം തെളിവ് ഹാജരാക്കി. ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണെന്ന് ജഡ്ജിയോട് നമുക്ക് പറയാൻ ആവില്ലല്ലോ എന്ന് ദിലീപിന്റെ സഹോദരി ഭർത്താവായ സുരാജ് അഭിഭാഷകനോട് പറയുന്ന വോയിസ് റെക്കോർഡാണ് അന്വേഷണ സംഘം ഹാജരാക്കിയത്. അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ച എല്ലാ തെളിവുകളും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഈ വിഷയമാണ് ഈ നിമിഷത്തിൽ ചർച്ച ചെയ്യുന്ന അഡ്വക്കേറ്റ് അജകുമാർ, നിയമവിദഗ്ധൻ ശ്രീ ബാലചന്ദ്രകുമാർ, രാഹുൽ ഈശ്വറൊപ്പം തന്നെ അഡ്വക്കേറ്റ് മിനി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് അജകുമാറിലേക്ക്. അഡ്വക്കേറ്റ് അജകുമാർ, ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിലെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അത് ദിലീപ് കണ്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ്. അതിൽ പ്രധാനമായും പറയുന്ന അല്ലെങ്കിൽ അതിൽ പ്രധാനമായും പുറത്തു വന്നിരിക്കുന്ന ഒരു തെളിവ് സുരാജ്, അതായത് ദിലീപിന്റെ സഹോദരിയുടെ ഭർത്താവും ദിലീപിന്റെ അഭിഭാഷകനും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എന്ന് നമുക്ക് ജഡ്ജിയോട് പറയാൻ കഴിയില്ലല്ലോ എന്ന്. അതിനർത്ഥം ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതാണ്. ഇതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, അതിന്റെ ഒരു നരേഷനാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എത്രത്തോളം നിർണായകമാണ് നടിയെ ആക്രമിച്ച കേസിൽ ഈ തെളിവ്? നോക്കൂ, അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഈ ഫോറൻസിക് എക്സാമിനേഷനിൽ റിട്രൈവ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നിർണായകമായ ഒരു സത്യത്തെ സ്ഥാപിക്കുകയാണ്. അതായത് ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യം, ഇവർ ഈ ദൃശ്യം ഇവരുടെ ആലുവയിലുള്ള ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു ഇന്ന ദിവസം എന്ന് പറഞ്ഞ ഒരു വസ്തുതയെ കൊറോബറേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് ആണ് അത്. അത് മാത്രവുമല്ല, ഇത് ഈ അങ്കമാലി കോടതിയിൽ ഈ ദൃശ്യങ്ങൾ തൊണ്ടി മുതലായി ഹാജരാക്കിയ സമയത്ത് തന്നെ ഇത് ദിലീപും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും കൂടി അവിടെ വെച്ച് കണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതുണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഡേറ്റും ഈ ഡേറ്റും കൂടെ കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ കോടതിയിൽ ഇരിക്കുന്നത് തങ്ങൾ കണ്ട ദൃശ്യമാണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഇവർ പോയതാണോ എന്നുള്ള ഒരു സംശയം ന്യായമായും ഉണ്ടാകും. അതും ഇതിന്റെ അകത്ത് വളരെ റിലവന്റ് ആയ ഒരു ഫാക്ട് തന്നെയാണ്. അല്ല, അതിൽ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതാണ്. അഡ്വക്കേറ്റ് രാജകുമാർ, ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ, അതായത് ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, അത് ജഡ്ജിയോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ, അപ്പോൾ ജഡ്ജിയോട് പറയാൻ പറ്റാത്ത സംഭവം ആണ് ഇവർ കണ്ടിരിക്കുന്നത്. അതായത് അത് ഇല്ലീഗലാണ്. ജഡ്ജിയോട് അല്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ. അപ്പോൾ ജഡ്ജിയോട് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. അതെ, ഇതിന്റെ എൻഡ് പ്രോഡക്റ്റ്, ഈ ദൃശ്യങ്ങൾ തങ്ങളുടെ കൈവശത്തിലെത്തി എന്ന് ഒരു പ്രതി എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ, എട്ടാം പ്രതി പറഞ്ഞു പോയാൽ, അദ്ദേഹത്തിന് ഈ കേസുമായിട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് കോടതിയിൽ ജഡ്ജിയോട് പറയാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അത്
ബാലചന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം ബാലചന്ദ്രകുമാർ കെട്ടിയിറക്കിയ സാക്ഷിയാണെന്നും ഇതൊക്കെ സങ്കല്പമാണെന്നും പറയുന്നവർക്കൊരു മറുപടിയാണ്. അതായത് ഇത് ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിൽ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും പ്രതികൾക്കെതിരെ വായിക്കേണ്ട ഒരു തെളിവായി മാറുകയാണ്. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയുടെ വിശ്വാസ്യത കൂടുകയാണ് ചെയ്യുന്നത്. ശരി, ദയവായി തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്ന് ഈ വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹാജരാക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ദിലീപിന്റെ പക്കലേക്ക് ഈ ദൃശ്യങ്ങളൊക്കെ എത്തിയത്? ദിലീപിന്റെ പക്കൽ ദൃശ്യം എത്തിയെന്ന് ആര് പറഞ്ഞു? ദിലീപ് ഇങ്ങനെ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ദിലീപിന്റെ സഹോദരനോ സഹോദരി ഭർത്താവോ ഇങ്ങനെ പറഞ്ഞു എന്നോ പോലീസ് ആരോപിക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ ആരും അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടില്ല. പോലീസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് എത്രമാത്രം വിശ്വാസ്യതൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലീസ് കയ്യിൽ വിഷ്വൽ എവിഡൻസ് ഉണ്ടെന്ന് വരെ പറഞ്ഞതല്ലേ. പോലീസ് തങ്ങളുടെ ഇടയിൽ വിഷ്വൽ എവിഡൻസ് ഉണ്ട്, ദിലീപ് കേസുമായി സഹകരിക്കുന്നില്ല, അത് കോടതി പരിഗണിക്കണമെന്നും അല്ലെങ്കിൽ കോടതിയിലേക്ക് വിഷ്വൽ എവിഡൻസ് ഉണ്ടെന്ന് പറയുകയും അതുകൊണ്ട് കേസിൽ സഹകരിക്കാത്ത ദിലീപിന് ജാമ്യം നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി മൈൻഡ് പോലും ചെയ്തില്ല. കോടതി മൈൻഡ് ചെയ്യാത്തത് പോലീസ് ബ്ലഫ് ചെയ്യുകയാണ്, അഥവാ പോലീസ് ഗ്യാസ് അടിക്കുകയാണ്, തെള്ളുകയാണ് എന്ന തിരിച്ചറിവ് കോടതിക്ക് ഉള്ളതുകൊണ്ടാണ്. ഇവിടെയും അറ്റവും മുറിയുള്ള എന്തെങ്കിലും ശകലത്തിൽ അവിടെ ഇവിടെയും എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ ചേർത്താണോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു സംഭാഷണം പോലും ഉണ്ടോ എന്നറിയില്ല. പോലീസിന്റെ ഈ കേസിലെ ഇടപെടൽ, ബാക്കി എല്ലാ കേസിലും നല്ല ഇടപെടലാണ്, 99% പോലീസുകാർ നല്ലതാണ്. പക്ഷെ ആ ബാക്കി വരുന്ന 1% പോലീസ് ഓഫീസേഴ്സിന്റെ വളരെ മോശകരമായ, അൺപ്രൊഫഷണലായ, അൺഎത്തിക്കലായ, റിവെഞ്ച് ഓറിയന്റഡ് ഇടപെടലാണ് നമ്മൾ ഇത്രയും കാലം കണ്ടത്. അല്ല, നോക്കൂ ശ്രീ രാഹുൽ ഈശ്വർ, നിങ്ങൾക്ക് ബൈജു പൗലോസ് ദിലീപിനെതിരെ നിൽക്കുന്നു, സുദർശൻ ദിലീപിനെതിരെ നിൽക്കുന്നു, കേരളത്തിലെ മുഴുവൻ പോലീസ് ഫോഴ്സും ദിലീപിനെതിരെ നിൽക്കുന്നു, ക്രൈംബ്രാഞ്ച് ദിലീപിനെതിരെ നിൽക്കുന്നു. അപ്പൊ മൊത്തം പോലീസ് ഫോഴ്സ്, എന്റെ കേരളത്തിലെ പോലീസ് ഫോഴ്സ് ദിലീപിനെതിരെ നിൽക്കുകയാണ് അല്ലേ? ശരി, അപ്പം അപർണ, ഹണി വർഗീസ് അതിജീവിതയ്ക്കെതിരെ നിൽക്കുന്നു, ജസ്റ്റിസ് ഗോപിനാഥ് അതിജീവിതയ്ക്കെതിരെ നിൽക്കുന്നു, ബാക്കി ദിലീപിന്റെ കേസ് കേൾക്കുന്ന ജഡ്ജിമാരെല്ലാം അതിജീവിതയ്ക്കെതിരെ നിൽക്കുന്നു. ഈ നാട്ടിലെ കോടതിക്ക് എന്താ അതിജീവിതയുടെ എന്തെങ്കിലും പ്രത്യേക ദേഷ്യമുണ്ടോ? ഇന്നൊരു നിർണായകം, ഈ കേസുമായി, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ വിധി ഉണ്ടായിരുന്നു. അത് ഒന്ന്, ഈ ബൈജു പൗലോസ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഈ ലക്ഷ്യയിലെ ജീവനക്കാരനായിരുന്ന വ്യക്തി കൊടുത്തൊരു ഹർജി ഉണ്ടല്ലോ, സാഗർ വിൻസെന്റിന്റെ ഹർജി എടുത്ത് കാട്ടിക്കളഞ്ഞിട്ടുണ്ടെന്ന് കോടതി. കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം ദിലീപിനെതിരെ കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ കാട്ടിക്കളഞ്ഞില്ലേ? രണ്ടും കൂടെ ഒരുമിച്ച് കാട്ടിക്കിടന്നോട്ടെ, രണ്ടും കൂടെ ഒരുമിച്ച് കിടന്ന എന്താ പ്രശ്നം? അപ്പൊ ഈ അവസാന ആഴ്ചയാണ് പോലീസിന്റെ വെപ്രാളം മനസ്സിലാവും. പോലീസല്ല, പോലീസിലെ ചില സ്ഥാപിത ഈ രണ്ട് കേസും, വധഗൂഢാലോചന കേസും നടിയെ ആക്രമിച്ച കേസും 2 സംഘങ്ങളാണല്ലോ അന്വേഷിക്കുന്നത് അല്ലെ? ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസാണ് വധഗൂഢാലോചന കേസ്. വധഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഈ നടിയെ ആക്രമിച്ച കേസിന്റെ ഒരു പ്രധാനപ്പെട്ട, അതായത് ദൃശ്യങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതിനെ കുറിച്ച് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ്, ആ ഓഡിയോ ക്ലിപ്പിന്റെ വെർബാറ്റം. താങ്കൾ വിഷമിക്കേണ്ട, കൂടുതൽ തെളിവുകൾ ഉണ്ട്. അതായത് നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരും. ഈ റിപ്പോർട്ടിലുള്ള വെർബാറ്റം എന്തൊക്കെയാണ്, കൂടുതൽ ഈ നരേഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഓഡിയോ ക്ലിപ്പിന്റെ കൂടുതൽ നരേഷൻ നാളെ വരും. വിഷമിക്കേണ്ട. ഒരു കാര്യം കൂടി, പോലീസ് നിങ്ങളെ എത്ര തവണ പറ്റിച്ചു? പോലീസ് നിങ്ങൾ മീഡിയക്കാരെ നാളെ വരും നാളെ തേങ്ങ ഉടയ്ക്കുമെന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം പറ്റിച്ചു? നോക്കൂ, ഇല്ല ശ്രീ രാഹുൽ ഈശ്വർ, കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട്. ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് മതിയല്ലോ, ആ തെളിവുകൾ ആ സമയത്ത് അവർ കൊടുത്തുകൊള്ളും. കാരണം അല്ലാതെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ തെളിവുകളും ഹാജരാക്കണം എന്ന് ഇവിടെ ഇരിക്കുന്ന നിയമവിദഗ്ധർ ആരെങ്കിലും പറയുമെന്ന് നോക്കട്ടെ. അത് നോക്കാം, പറയില്ല. അവിടെയാണ് ഈ ടെക്നിക്കാലിറ്റിയിൽ രക്ഷപ്പെട്ടു പോകുന്നതാണ് പോലീസ് കരുതിയത്. അതായത് പോലീസുകാർ കരുതിയത് ആഴത്തിൽ ഒരു പരിശോധന ഉണ്ടാകില്ല, ടെക്നിക്കലി ഞങ്ങളുടെ തെളിവെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പോകാം. പക്ഷെ അവിടെയാണ് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ ഏറ്റവും ഉന്നതമായ കൃത്യം നിർവഹിച്ചത്. അതായത് ഒരു കേസിന്റെ ടെക്നിക്കാലിറ്റിക്ക് അപ്പുറമാണ് ടോട്ടാലിറ്റിയിൽ നമ്മുടെ ജഡ്ജിമാർ അല്ലെങ്കിൽ കോടതി ഇതിനെ കാണുന്നതുകൊണ്ടാണ് ദിലീപിനെതിരെ മുൻകൂർ ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് അതേപോലെ തോട്ടിൽ കളഞ്ഞ് ദിലീപിന് ആ മുൻകൂർ ജാമ്യം കൊടുത്തത്. കാരണം ടോട്ടാലിറ്റിയിലാണ് കാണുന്നത്, വെറും ടെക്നിക്കാലിറ്റിയിലല്ലെന്നും. ഇപ്പൊ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് തന്നെ എന്ത് കോണ്ടെക്സ്റ്റാ? ഇതിന് മുമ്പിലുള്ള വരി എന്താ, പിമ്പിലുള്ള വരി എന്താ, എന്ത് സംസാരിച്ചതാ, ഏത് കാലത്ത് സംസാരിച്ചതാ, ഏത് രീതിയിലാണ് ഇത് നമുക്ക് അറിയാൻ പോകുന്നത്. അപ്പൊ അവിടെയും ഇവിടെയുമുള്ള സംഭാഷണ ശകലങ്ങളെ കൂട്ടിയലർത്തി. ഇത് എഡിറ്റിംഗ് എന്ത് ഈസിയാണെന്ന് അറിയാമോ? നേരെ ഇന്റർനെറ്റിൽ പോയാൽ 100 കണക്കിന് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കിട്ടും. ഇവിടത്തെ വോയിസ് എടുത്ത് അവിടെ ഇടുകയും അവിടുത്തെ വോയിസ് എടുത്ത് ഇവിടെ ഇടുകയും ചെയ്താൽ പോരെ? തെളിവുകൾ ഹാജരാക്കുന്ന
നിമിഷം വരെ ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ തന്നെ വാദിക്കാം. ഈ തെളിവുകൾ ഹാജരാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിന് ശേഷം ഞാൻ രാഹുൽ ഈശ്വർ ഈ രാജ്യം വിട്ടു പോകില്ലെങ്കിൽ നമുക്കിരുന്ന് സംസാരിക്കാം. അതാ പറഞ്ഞത് ഈ തെളിവുകൾ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് തെളിവുകൾ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും നാല് വിട്ടു പോയില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഈ തെളിവുകൾ മുന്നോട്ട് സംസാരിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതെല്ലാം തെളിവായിട്ട് അംഗീകരിക്കില്ല, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഗ്രൂപ്പിലിട്ട് തട്ടും എന്ന് പറഞ്ഞ് തെളിവായിട്ട് അംഗീകരിച്ച് ദിലീപിന് മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യുമായിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടൻഷൻസ് കോടതിയിൽ കൊണ്ടുവരും, നമുക്ക് കാണാം. ശരി, വരാം രാഹുൽ ഈശ്വർ താങ്കളിലേക്ക്. ശ്രീ ബാലചന്ദ്രകുമാർ, ഇപ്പോൾ ഈ പുറത്തു വരുന്ന തെളിവുകൾ അല്ലെങ്കിൽ പുറത്ത് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് താങ്കൾ പറഞ്ഞ വാക്കുകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒന്ന്. അതായത് ഈ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടിട്ടുണ്ട് എന്നുള്ളതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഈ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു ശ്രീ ബാലചന്ദ്രകുമാർ? അയ്യോ, അത് എവിടെന്നെങ്കിലും ഇന്റർനെറ്റിൽ സോഫ്റ്റ്വെയർ എടുത്തിട്ട് അവരൊക്കെ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇന്ന് വളരെ എളുപ്പമല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ രാഹുൽ ഈശ്വറിനെ ജഡ്ജിയാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അയാളെല്ലാം കണ്ടെത്താൻ കഴിവുള്ളവനാണ്, വളരെ മിടുക്കനാണ്. നമ്മളൊക്കെ ചിന്തിക്കാത്ത കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരും. കാരണം ഇത് നാളെ നമുക്ക് ചിന്തയിൽ വരാൻ പോകുന്ന കാര്യം വരെ അദ്ദേഹത്തിന് വരും. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ ജഡ്ജിയായിട്ട് ഇരുത്തുക, അതിനുശേഷം നമുക്ക് ചർച്ച തുടങ്ങാം. എന്തു കൊണ്ടു കൊടുത്താലും കേരള പോലീസ് ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് ഈ ദിലീപിനെതിരെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് മോശപ്പെട്ട പോലീസ് കൊണ്ടുവരുന്നതെല്ലാം മോശമാണ്. പക്ഷെ വേറെ ഏതെങ്കിലും ഒരു കേസ്, ഇയാൾ ലോകത്തുള്ള എല്ലാ കേസും എടുക്കില്ലല്ലോ ഇതുപോലെ, ഈ കേസിൽ മാത്രമല്ലേ പിടിക്കുന്നുള്ളൂ. അപ്പോ ദിലീപിനെതിരെ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നാൽ അത് മോശപ്പെട്ട തെളിവാണ്, അല്ലെങ്കിൽ നല്ല പോലീസാണ്. ഇതേ ദിലീപ് ഈ നടി ആക്രമിക്കപ്പെട്ട് പുള്ളിയുടെ അതായത് ദിലീപിലേക്ക് ശ്രദ്ധ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം കേരള പോലീസിനെ അപ്ലോസ് ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒന്ന് നോക്കുക. എന്ത് നല്ല അന്വേഷണമാണ് നടക്കുന്നത്, എന്ത് നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ്, അന്വേഷണം ശരിയായ വഴിക്കാണ് പോകുന്നത്. ഞാൻ ഇന്നും എടുത്തിട്ട് കണ്ടതാണ്. പക്ഷേ തന്നിലേക്ക് അന്വേഷണം വന്നപ്പോൾ ഈ പോലീസ് എല്ലാം വളരെ മോശമാണ്. കൊണ്ടുവരുന്ന തെളിവുകളെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണ്, ഇന്റർനെറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ FSL എന്ന് പറയുന്നതും ഇവിടെ ഈ എക്സ്പേർട്സ് എന്ന് പറയുന്നതും ഒക്കെ എന്തിനാ വെച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനല്ലേ പറ്റിട്ടുള്ളൂ. അല്ലാതെ രാഹുൽ ഈശ്വർ വെറുതെ ഇങ്ങനെ കേൾക്കുന്നതിന് മുമ്പേ, ഇപ്പൊ ഈ ഓഡിയോ പോലും അദ്ദേഹം കേട്ടിട്ടില്ല, അതിന്റെ വെർബാറ്റം മാത്രമാണ് കോടതിയിൽ കൊടുത്തതെന്നാണ് ഞാനും പറഞ്ഞത്. പക്ഷെ പുള്ളി പറയുന്നു ഇത് അവിടുത്തെ വാക്കെടുത്ത് ഇങ്ങോട്ട് അടിച്ചാണ്, ഇവിടുത്തെ വാക്കെടുത്ത് അങ്ങോട്ട് അടിച്ചാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പോലീസിനെ നിങ്ങൾ അവരെ ശ്വാസം മുട്ടിക്കാതെ അവർ അന്വേഷണം നടത്തി കൊണ്ടു കൊടുക്കേണ്ടതൊക്കെ കൊണ്ടു കൊടുക്കട്ടെ, സമാധാനത്തോടെ കാണൂ, വിധി വരുന്നവരെ കാണൂ. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ഈ തെളിവുകളൊക്കെ കൃത്യമായിട്ട് എത്തേണ്ട സമയത്ത് എത്തുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. രാഹുൽ ഈശ്വറെ, ഞാൻ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിക്കലല്ല എന്റെ ജോലിയും പോലീസിന്റെ ജോലി, എന്നെ വിശ്വസിപ്പിക്കലല്ല പോലീസിന്റെ ജോലി. പോലീസിന്റെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കിടന്ന് വെറുതെ ഇങ്ങനെ നിങ്ങൾ മിണ്ടാതെ നിൽക്കും. അപ്പൊ കോടതിയെ വിശ്വസിച്ചാൽ മതിയല്ലോ. താങ്കളുടെ അവസരം ലഭിച്ചപ്പോൾ താങ്കൾക്ക് അവസരം ലഭിച്ചപ്പോൾ മിണ്ടാതിരുന്നവരാണ് മറ്റുള്ളവർ. അപ്പൊ അദ്ദേഹം പറഞ്ഞ അവസാനം അല്ലല്ല, അപ്പൊ കോടതിയുടെ മുമ്പിലല്ലേ ഇതെല്ലാം കൊണ്ടുകൊടുക്കുന്നത്. കോടതി വിശ്വസിച്ചില്ല എന്ന് കോടതി പറയട്ടെ. കോടതി പറയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത് ആന്റിസിപ്പേറ്ററി ബെയിൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വിചാരണ നടന്ന് ഒരു വിധി വന്നിട്ട് പുള്ളി ഫ്രീ ആയിട്ട് ഇറങ്ങി നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഈ സാഗർ വിൻസെന്റിനെ ഈ സാക്ഷിയായിരുന്ന സാഗർ വിൻസെന്റിനെ മൊഴിമാറ്റി എന്നുള്ളത് എന്റെ പരാതിയിൽ ഞാൻ പറഞ്ഞതാണ്. മൊഴിമാറ്റിയ പ്രൊസീജിയർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങൾ രാഹുൽ ഈശ്വർ ഓഡിയോ കേട്ടോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അനൂപ് വ്യക്തമായിട്ട് പറയുന്ന ഒരു ഓഡിയോ ഉണ്ട്. സാഗർ വിൻസെന്റിനെ നമ്മുടെ സുനീർ വഴി നമ്മുടെ സ്വിഫ്റ്റ് കാറിൽ ആലപ്പുഴ കൊണ്ടുപോയി മൈൻഡ് മാറ്റിയിട്ട് തിരികെ കൊണ്ടുവന്നു. എന്ത് പ്രൊസീജിയർ? കാരണം ആ സമയത്ത് ദിലീപ് ജയിലിലാണ് കിടക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ദിലീപ് ചോദിച്ചറിഞ്ഞപ്പോ അനൂപ് സ്വന്തം ശബ്ദത്തിൽ പറയുന്നുണ്ട്. അതായത് പൈസ കൊടുത്തതിന്റെ തർക്കങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോ അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് വിവരിച്ചു കൊടുക്കുന്ന ഓഡിയോയാണ്. അതെന്തിനാ അനൂപ് പറഞ്ഞത്? അങ്ങനെ നാടകം കളിച്ചതാണോ? ഏതെങ്കിലും നാടകത്തിലെ ഡയലോഗാണോ? അതോ അടുത്ത സിനിമയിൽ ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഡയലോഗാണോ? അത് ഏതെങ്കിലും മിമിക്രിക്കാര് അനൂപിന്റെ ശബ്ദം ഡബ് ചെയ്താണോ? എന്ത് സാഹചര്യത്തിലാണ് അനൂപ് പറഞ്ഞത്? ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഒരാളിന് വേണ്ടി മറ്റുള്ളവരൊക്കെ വളരെ മോശമായിട്ട് പറയുന്ന ഒരു പ്രവണത ദയവ് ചെയ്ത് അവസാനം. അല്ല ശ്രീ ബാലചന്ദ്രകുമാർ, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകളാണല്ലോ ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. തെളിവുകൾ, നിങ്ങൾ ഈ പറയുന്ന തെളിവുകൾ എവിടെയാണ്? ഇതൊക്കെ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളതല്ലേ? താങ്കൾ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ താങ്കളുടെ പക്കലുള്ള ഓഡിയോ സന്ദേശങ്ങൾ മാഡം, എന്തൊക്കെ തെളിവുകളാണ് കോടതിയുടെ മുമ്പ് വെച്ചതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അനേകം തെളിവുകൾ, അതായത് എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ കണ്ടതുമായി ബന്ധപ്പെട്ട തെളിവുണ്ട്. സാഗർ വിൻസെന്റിനെ മൊഴിമാറ്റിയതിന്റെ പ്രൊസീജിയറിനെ കുറിച്ച് തെളിവുണ്ട്. സാഗർ വിൻസെന്റ് എന്ന് പറയുന്ന കക്ഷി, അതായത് ഈ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്നു, പിന്നെ മൊഴിമാറ്റി പറഞ്ഞ കക്ഷി
ദിലീപിന്റെ അഡ്വക്കേറ്റിനെ കാണാൻ പോയ കാര്യം ദിലീപ് സംസാരിക്കുന്നതിന്റെ തെളിവുണ്ട്. ഈ തെളിവുകളൊക്കെ എന്ത് സാഹചര്യത്തിൽ കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ പോകുന്നതാണോ ഒന്നും അറിയില്ല. ഇതൊന്നും കേൾക്കാതെയാണ് ഇവർ കണ്ണടച്ചങ്ങ് പറയുന്നത്. ഒന്നുമില്ല, തെളിവില്ല. ഓഡിയോ അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് വെച്ചു. ഒന്ന് വച്ച് കാണിച്ചതാ രാഹുൽ ഈശ്വറെ, എന്റെ ആഡിയോ ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ, നിങ്ങൾ വേറൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരും. അങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ആ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ കൃത്രിമമായിട്ട് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും മിമിക്രി കളിക്കാൻ പറ്റില്ല. നടക്കാറുണ്ടല്ലോ, എഡിറ്റിംഗ് ഒക്കെ സാധാരണഗതിയിൽ നടക്കാറുണ്ടല്ലോ, അതൊക്കെ ഫോറൻസിക് പരിശോധനയിൽ പലപ്പോഴും തെളിയിക്കപ്പെടാറുമുണ്ട്. അത് ഫോറൻസിക് പരിശോധന തെളിയിക്കപ്പെടാറുണ്ട്. ഫോറൻസിക് നല്ല നല്ല എക്സ്പെർട്ടുകൾ ഇവിടെ ഉണ്ട്. അവര് നോക്കിയിട്ടാണല്ലോ ഇതിൽ എന്തെങ്കിലും തരത്തിൽ കൃത്രിമത്വം ഈ ഡയലോഗുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടോ. പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ അവിടെ കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു. രാഹുൽ ഈശ്വറെ 1.5 പേജുള്ള ഒരു ഡയലോഗ് ഉണ്ട്, അറിയോ? 1.5 പേജുള്ള ഡയലോഗ് ഞാൻ എഴുതി കൊടുത്തത്, ക്രൈംബ്രാഞ്ചിന്റെ കയ്യില് ഞാൻ എഴുതി കൊടുത്ത 1.5 പേജ്. നിങ്ങളൊന്നും കണ്ടില്ല, നിങ്ങളൊന്നും കാണാതെ ദേവി ഇത് പറയരുത്. നിങ്ങൾ പേഴ്സണലി എന്റെ നമ്പറിലേക്ക് വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് കൊണ്ട് കേൾപ്പിച്ചു തരാം. അങ്ങനെയെങ്കിലും നിങ്ങൾ വിശ്വസിക്കും പ്ലീസ്. ശരി, ഞാൻ വരാം. ശ്രീ ബാലചന്ദ്രകുമാർ, അഡ്വക്കേറ്റ് ബി മിനി, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ തെളിവുകളും, അതായത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ അല്ല ആദ്യമായി ഈ ദൃശ്യങ്ങൾ കണ്ടു എന്ന് വെളിപ്പെടുത്തുന്നത്. അതായത് അന്വേഷണ സംഘം നേരത്തെ തന്നെ കോടതിയിൽ റിപ്പോർട്ട്, അതായത് ഈ വിചാരണ വേളയിൽ തന്നെ കോടതിയിൽ ഒരു റിപ്പോർട്ട് കൃത്യമായി സമർപ്പിച്ചിരുന്നു. അതിൽ ഈ ദൃശ്യങ്ങൾ ഇവർ കണ്ടിട്ടുണ്ട് എന്നുള്ള സംശയം അതിൽ പറയുന്നുണ്ട്. അതായത് ഈ വിചാരണ വേളയിൽ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കൽ എത്തിയിട്ടുണ്ട്, ദിലീപ് ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിന് പ്രധാനമായ കാരണം ഈ വിചാരണ വേളയിൽ ഈ അഭിഭാഷകർ വിചാരണ നടത്തുന്ന സമയത്ത് ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാക്കാൻ ഇടയാക്കിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു തെളിവുണ്ടല്ലോ, വധഗൂഢാലോചന കേസ് മറ്റൊരു ടീമാണ് അന്വേഷിക്കുന്നത്. വധഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന വേളയിൽ അതിൽ കൃത്യമായി തന്നെ പറയുന്നു ഈ ദിലീപും കൂട്ടുപ്രതികളും വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, ഈ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അതിൽ സൂരജ്, അതായത് ദിലീപിന്റെ സഹോദരി ഭർത്താവും അഭിഭാഷകനും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ, അത് ജഡ്ജിയോട് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ആ കണ്ടു എന്നുള്ള കാര്യം ജഡ്ജിയോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ എങ്ങനെ കണ്ണടച്ചിരുട്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ ദൃശ്യങ്ങൾ ചിലരുടെയൊക്കെ കൈകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ അല്ലേ അഡ്വക്കേറ്റ് ബി മിനി? അത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കോടതിയിൽ നിന്ന് തന്നെ പോയിട്ട് എന്നല്ലേ പറയണത്. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ അന്വേഷണം നടക്കുന്നു. ഇതില് നമ്മള് അന്വേഷണം ഇപ്പോഴും ശരിയായ രീതി പോകുന്നു എനിക്ക് വിശ്വാസമില്ല. കാരണം കഴിഞ്ഞ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടന്നതിൽ അന്വേഷണം ശരിയായ രീതിയിൽ പോകാത്തത് കൊണ്ടാണ് അറ്റ് ദാറ്റ് ടൈം ഈ ആളുകളെയൊക്കെ കൊണ്ടുവരാനൊന്നും കഴിയാതിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കേസിന്റെ അന്വേഷണത്തിലാണ് ഇതൊക്കെ ഇപ്പൊ ഹാജരാക്കുന്നത്. അന്വേഷണം കുറച്ചും കൂടിയും എന്താ പറയാ സാക്ഷികളെ കൊറോബറേറ്റ് ചെയ്തും എവിഡൻസ് കൊറോബറേറ്റ് ചെയ്തും പോയില്ലെങ്കിൽ കേസ് നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതൊന്നുമല്ല. കേസിന്റെ വിസ്താര സമയത്ത് ഇതൊക്കെ പൊളിഞ്ഞു പോകും. സാക്ഷികളെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് അവരിപ്പോ ഒരു കാര്യം അറിഞ്ഞു എന്ന് കരുതിയിട്ട് അതിന്റെ തെളിവുകളും അതിന്റെ സാക്ഷികളും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ അത് ട്രയലിൽ പൊളിഞ്ഞു പോകും. അത് ആത്യന്തികമായി ഈ കേസ് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നത് പ്രതിക്ക് തന്നെയായിരിക്കും. അപ്പൊ അനാവശ്യമായ കാര്യങ്ങളിൽ കൊണ്ടുവരാതിരിക്കുകയും ടു ദ പോയിന്റ് അന്വേഷണം നടത്തി തെളിവുകളും സാക്ഷികളും കൃത്യമായിട്ടുള്ള സാക്ഷികളും സമർപ്പിക്കുകയും ചെയ്യാണ് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റിഗേഷനിൽ ഓഫീസേഴ്സ് ചെയ്യേണ്ടത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് തന്നെ ഈ കോടതിയിൽ ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് ചെയ്തു എന്നും പറഞ്ഞിട്ട് പറയേണ്ട കാര്യമല്ല അന്വേഷണം എന്ന് പറഞ്ഞത്. അന്വേഷണത്തിൽ ഈവൻ കോടതി പോലും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മാത്രം ഒരു പ്രിവിലേജും അവരുടേത് മാത്രമായിട്ടുള്ള ഉത്തരവാദിത്വവുമാണ്. കോടതി ഒരു കാരണവശാലും അതിൽ ഇടപെടാൻ പാടില്ല. എത്രയോ സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളുണ്ട്. കോടതി അത് നല്ല ക്രിമിനൽ കോടതികളാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നവരാണ്. അനാവശ്യമായി ഒരു നമ്മളിപ്പോ ബെയില് അല്ലെങ്കിൽ ഒരാള് 498 482 വാഷ് ചെയ്യാനായിട്ട് കൊടുത്തു, അത്തരം കാര്യങ്ങളൊക്കെ ഹിയർ ചെയ്യാന്നല്ലാതെ അതിലപ്പുറം അതിന്റെ മെറിറ്റിലേക്കോ അതിന്റെ കാര്യങ്ങളിലേക്കോ കടക്കാതെ കോടതി സൂക്ഷിക്കുകയും കൃത്യമായിട്ടും പ്രതികൾക്കെതിരായിട്ടുള്ള നടപടികളും അതിന്റെ അന്വേഷണവും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ
അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോടതി ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ശരി, അഡ്വക്കേറ്റ് അജകുമാർ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന തെളിവുകൾ, അത് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതിൽ ഈ അന്വേഷണ സംഘം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഹാജരാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ദൃശ്യങ്ങൾ ദിലീപ് കണ്ടിരുന്നു എന്നുള്ളത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് ദിലീപിലേക്ക് ലിങ്ക് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ദിലീപ് ഈ കേസുമായി എത്രത്തോളം ഇൻവോൾവ് ചെയ്തിരുന്നു, എത്രത്തോളം ഇടപെട്ടിരുന്നു എന്നുള്ളതിനെ കറക്റ്റായി കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു തെളിവല്ലേ ഇത്. ചുമ്മാതെ ഇങ്ങനെ ഒരു കാര്യം, ഒരു വെർബാറ്റം ഒന്നും എഴുതി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കില്ലല്ലോ അഡ്വക്കേറ്റ് രാജകുമാർ. അത് കൃത്യമായ തെളിവുകൾ ഇല്ലാതെ അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുമോ? അതിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പായിട്ട് ഒരു സെക്കൻഡ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ ലോകത്തിൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ജീവിതം. അത് യുഗാന്തരങ്ങളായി നടന്നു വരികയാണ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏകദേശം എല്ലാം റെഡിയായി അദ്ദേഹം ഈ ട്രയലിനെ വളരെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സാക്ഷികളെ കൂറുമാറ്റിച്ചിട്ട് ഏകദേശം പുറത്തു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് തുടരന്വേഷണവും ഈ വെളിപ്പെടുത്തലും അതിനുള്ള തുടരന്വേഷണവും വരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വിജയം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കസ്റ്റോഡിയൽ ഇൻട്രഗേഷൻ കോടതി അനുവദിച്ചില്ല. 3 ദിവസം ബെയിൽ ആപ്ലിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഫോണുകൾ ഹാജരാക്കാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻ്റാണ് ഈ കേസിൻ്റെ ഐശ്വര്യമായി ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ആ ഫോണുകൾ കയ്യിൽ കിട്ടിയതോടു കൂടിയാണ് ഈ പ്രതികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പൊതുലോകം അറിഞ്ഞത്. അത് ഈ വാസ്തവത്തിൽ നന്മയുടെ ജയത്തിൻ്റെ ആദ്യ പടിയാണ്. അതനുസരിച്ച് ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ പല കാര്യങ്ങളും പല ആളുകൾക്കും ആരോപിക്കാൻ പറയാം. പക്ഷെ തെളിവുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ വകുപ്പുകൾ അനുസരിച്ച് ഓരോ തെളിവും എങ്ങനെ ഹാജരാക്കണമെന്നും അത് എങ്ങനെയെല്ലാം കോടതിക്ക് സ്വീകരിക്കാമെന്നും ഉള്ള വ്യവസ്ഥകളുണ്ട്. അതനുസരിച്ചുള്ള തെളിവുകളാണ് വരുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ എവിഡൻസിനെ രണ്ടായിട്ടാണ് പറയുക. ഒന്ന് നേരിട്ടുള്ള മൊഴി, ദൃക്സാക്ഷികളുടെ മൊഴി. 2 ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പ്രൈമറി ഡോക്യുമെന്റ്സ്. അല്ലെങ്കിൽ പ്രൈമറി ഡോക്യുമെന്റ് പ്രതിയുടെ കൈവശമായിരിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സെക്കൻഡറി എവിഡൻസ് അഡ്മിസിബിൾ ആയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഇതെല്ലാം വച്ച് ഈ കേസ് തെളിയിക്കുവാനുള്ള ബാധ്യത പ്രോസിക്യൂഷന് തന്നെയാണ്. അപ്പോൾ അത്രയും വലിയൊരു ടാസ്കിലാണ് ഈ പോലീസ് നിൽക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. അവർ അന്വേഷിച്ചാൽ മാത്രം പോരാ, സത്യം കണ്ടെത്തിയാൽ മാത്രം പോരാ, സത്യം ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഹാജരാക്കുന്ന തെളിവുകൾ അത് വാച്യാമൊഴിയായിരുന്നാലും ഡോക്യുമെൻ്റ് ആയിരുന്നാലും കോടതി രേഖപ്പെടുത്താതെയോ സ്വീകരിക്കാതെയോ പോയാൽ അത് തെളിവിൻ്റെ ഭാഗമായി വരില്ല. അപ്പോൾ അതിനായിട്ട് ഈ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ബാധ്യതയാണ്. അത് സ്വീകരിക്കാതെ എവിടെയെങ്കിലും ഇല്ലീഗലായി ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലത്തെ കോടതികളിലേക്ക് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ അപ്പീൽ സ്റ്റേജിൽ അത് ഇവിടെ നമുക്ക് ആകെ ഉള്ള നോക്കൂ ശ്രീ രാജകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധിയായ വിവരങ്ങൾ, നിരവധി റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ജാമ്യം, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച വേളയിൽ തന്നെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്തു. അല്പസമയം മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ പറയുന്നതിനൊക്കെ എവിടെയാണ് തെളിവ്? നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവസാന ലാപ്പിൽ ഓടുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് ദിലീപിനെ ഇങ്ങനെ ഈ കേസിലേക്ക് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളാണ് അത് മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു പക്ഷത്തിന്റെ വാദം അഡ്വക്കേറ്റ് രാജകുമാർ. പക്ഷേ അത്രയും കോൺഫിഡൻസ് ഇല്ലാതെ, അത്രയും തെളിവുകളില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമായി മുന്നോട്ട് പോകുമോ കോടതിയിൽ? അല്ല, രാഹുൽ ഈശ്വറിൻ്റെ അത്തരത്തിലുള്ള ബാലിശമായ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഏതായാലും ഇത്തരത്തിലുള്ള തെളിവുകൾ വന്നാൽ അത് പ്രതിക്ക് ബുദ്ധിമുട്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർക്ക് സന്തോഷിക്കാം. കാര്യം അതൊന്നും തെളിവുകൾ സ്വീകരിക്കില്ല.
അത് എന്തുകൊണ്ട് വന്നാലും മൂർത്തി ഈ നിവേദ്യം എടുക്കില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ബാക്കിയൊന്നും പറയാനുമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നടക്കുന്ന ചാനൽ ചർച്ചകൾ പോലും നിരോധിക്കണമെന്നും ആ ചാനൽ ചർച്ചകളിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് ഡാമേജ് ഉണ്ടാകുന്നു എന്നുമൊക്കെ പറഞ്ഞ് വിവിധ കോടതികൾ ഹർജികൾ കൊടുത്തതാണ്. ചില ഹർജികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യം ഏത് സമൂഹത്തിനും ചർച്ച ചെയ്യാം. സത്യം ഏത് സമൂഹത്തിനും ചർച്ച ചെയ്യാം. അത്തരത്തിലുള്ള സത്യം ചർച്ച ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ അധർമ്മികൾക്ക് അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. അവർ അത് ഏത് രീതിയിലും പ്രിവെന്റ് ചെയ്യാനുള്ള ഏത് മാർഗവും സ്വീകരിക്കും. പിന്നെ ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് രാജകുമാർ, രാഹുൽ ഈശ്വറിൽ നിന്ന് ചില മറുപടികൾ വാങ്ങിയതിന് ശേഷം മടങ്ങിയെത്താം. രാഹുൽ ഈശ്വർ, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ തെളിവുകൾ, അതായത് ഈ റിപ്പോർട്ടുകളൊന്നും പോരാ, കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ദിലീപ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് അവസാന നിമിഷം വരെ ഈ തെളിവുകളൊക്കെ കൊണ്ട് കോടതിയിൽ എത്തിക്കുന്നത് വരെ വാദിച്ചുകൊണ്ടേയിരിക്കാം. ഇനി എന്തൊക്കെ തെളിവുകൾ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിയാണ് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിലൊന്ന് ബോധ്യപ്പെട്ട് സംസാരിക്കുക? ശ്രീ രാഹുൽ ഈശ്വർ, ഞങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ വെറും പബ്ലിക്കാണ്, ഞങ്ങൾ വെറും പൊതുജനമാണ്. ദിലീപ് എന്ന മനുഷ്യനെ വേട്ടയാടുന്നത് കണ്ട് വേദനിച്ച് അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നവരാണ്. അജകുമാർ സാറിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ബാലനാണ്. പക്ഷെ ഈ ബാലന്റെ നിലപാടുകളും വാദങ്ങളുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കമുള്ളവർ മുമ്പ് നമ്മുടെ തർക്കത്തിൽ സ്വീകരിച്ചെന്ന് അദ്ദേഹം മറക്കരുത്. ഇനിയും എനിക്ക് അദ്ദേഹത്തോട് തർക്കിക്കാനുള്ള പ്രായമോ അനുഭവ പക്വതയോ ഇല്ല. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, എനിക്ക് DGP ശ്രീലേഖ കൃത്യമായി പറയൂ. കേൾക്കാം. പോലീസിന് സാധിക്കുന്നുണ്ടെന്ന് മുൻ DGP ശ്രീലേഖ കോടതിയിൽ എത്തും മുമ്പ് അത് ഷേപ്പ് ചെയ്യണം എന്നുള്ളതാണ് പോലീസിന്റെ രീതി എന്നും മുൻ DGP പറഞ്ഞു. ഓർക്കണം, പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, പറയുന്നത് ഒരു DGP ആണ്. കൊച്ചിയിൽ അല്ല, DGP ശ്രീലേഖയ്ക്ക് 100-200 തടവുകാർ കിടക്കുന്ന ജയിലിൽ ദിലീപിനോട് മാത്രം തോന്നിയ സ്നേഹവാത്സല്യങ്ങളെ കുറിച്ചും ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. അപർണ, അജകുമാർ സാറിന് ഇത്രയും പ്രസംഗിക്കാൻ അവസരം കൊടുത്തപ്പോൾ എനിക്കൊരു മറുപടി പറയാൻ അവസരം തരണം. ഞാൻ എന്റെ വാക്കുകളുമല്ല ശ്രീലേഖ മാഡത്തിന്റെ വാക്കുകളാണ് കോട്ട് ചെയ്തത്. ശ്രീലേഖ മാഡത്തെ കുറിച്ചാണ് ഞാനും പറഞ്ഞത്. അല്ലല്ല, പറഞ്ഞോട്ടെ, 2 വരിയേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുള്ളത് ജുഡീഷ്യറിയെ മാത്രമാണ്. നിയമം സിനിമയിലെ പോലെയല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. 33 വർഷം പലതും കടിച്ചമർത്തേണ്ടി വന്നു. ഒരു കേസ് ഉണ്ടായാൽ കോടതിയിൽ എത്തിക്കും മുമ്പ് ഇത് ഷേപ്പ് ചെയ്യണം എന്ന പോലീസിന്റെ ഭാഷ്യം എന്താണെന്ന് മനസ്സിലായില്ല. അടുത്ത വരി വളരെ പ്രധാനമാണ്. സംസ്ഥാനത്തെ ഫോറൻസിക് സൈറ്റ് ലബോറട്ടറിയെ സ്വതന്ത്രമാക്കണം. ഇത് താൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഗൗരവത്തിലെടുത്തില്ല. ഫോറൻസിക് റിപ്പോർട്ടിൽ തിരിമറി നടത്താൻ വളരെ എളുപ്പമാണ്. അന്വേഷണത്തിൽ തെറ്റുപറ്റിയെന്ന് ഒരു ഉദ്യോഗസ്ഥനും സമ്മതിച്ചു തരില്ല. തെറ്റുപറ്റിയാൽ അത് സാധൂകരിക്കാൻ എന്തും ചെയ്യും. പലപ്പോഴും ബാഹ്യ പ്രേരണകളാണ് പോലീസിനെ കൊണ്ട് കേസുകൾ ഫ്രെയിം ചെയ്യിക്കുകയും ചെയ്യുന്നത്. പറയുന്നത് ഒരു സാധാരണക്കാരനല്ല, പറയുന്നത് ഒരു അഡ്വക്കേറ്റ് അല്ല, പറയുന്നത് സിനിമാക്കാരനല്ല, പറയുന്നത് എന്നെ പോലെ സാധാരണക്കാരല്ല, പറയുന്നത് പോലീസിന്റെ തലപ്പത്തിരുന്ന് നയിച്ച ഏറ്റവും ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥയായ പറയുകയാണ്. പോലീസ് പലപ്പോഴും വ്യാജ ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. തെറ്റ് പറ്റിയെന്ന് ഒരു ഉദ്യോഗസ്ഥനും സമ്മതിച്ചു തരില്ല. അത് സാധൂകരിക്കാൻ എന്ത് കള്ളത്തരവും ചെയ്യും. അതെ, 100-200 പേർ കിടക്കുന്ന ഒരു ജയിലിൽ ദിലീപ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ നിലത്ത് കിടക്കുന്നത് കണ്ട് വളരെ ദയനീയത തോന്നിയ ഒരു ഉദ്യോഗസ്ഥ, ഒരു പോലീസ് ഓഫീസർ ആണല്ലോ ഇത്. അതായത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ആ 200 പേർക്കും കരിക്ക് വാങ്ങി കൊടുത്തില്ലല്ലോ, ഒരൊറ്റയാൾക്കല്ലേ കരിക്ക് വാങ്ങി കൊടുത്തുള്ളൂ. അത് ദിലീപിന് ചെവിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ശരിയാക്കാൻ ഡോക്ടറെ അടക്കം വിളിച്ചു. അവരോട് ജോണി ലൂക്കാ സാർ ചോദിക്കുന്നുണ്ട്, ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യും. AV ജോർജ് പറഞ്ഞു, ഈ പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ്. അദ്ദേഹം ആണെങ്കിൽ അത് ചെയ്യില്ല. അദ്ദേഹം എന്നുള്ളതല്ല, നീതിബോധമുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക്, അത് ദിലീപ് സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട്, ദിലീപിന്റെ ചെവിക്ക് പ്രശ്നമുള്ളത് കൊണ്ട്, പല അസുഖങ്ങളുമായി അസുഖബാധിതരായ എത്രയോ തടവുകാർ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ദിലീപിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന ശ്രീലേഖയുടെ വാക്കുകളല്ലേ, ആ വാക്കുകൾ അതുപോലെ തന്നെ എടുത്തോളാം, കുഴപ്പമില്ല. കൊടുക്കണ്ടേ? അപർണയ്ക്ക് എന്താ വേണ്ടത്? പഴയ
ഇടിയൻ കുട്ടമ്പിള്ള പോലീസിനെയാണോ വേണ്ടന്നേ കുട്ടമ്പിള്ള പോലീസിനൊന്നും വേണ്ട, പഴയ ഇടിയൻ കുട്ടമ്പിള്ള പോലീസിനൊന്നും വേണ്ട. പക്ഷേ ആ 200 തടവുകാർക്കും കിട്ടണം പരിഗണന, ആ 200 തടവുകാർക്കും കിട്ടണം പരിഗണന. അല്ലാതെ ദിലീപ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ പട്ടുമെത്തയിൽ കിടക്കാത്തതിൽ വേദന തോന്നുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ കാര്യത്തിൽ എനിക്കും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വിദഗ്ധമായി സ്ട്രോമാൻ ആർഗ്യുമെന്റ് യൂസ് ചെയ്യുന്നു. എവിടെ ദിലീപിനെ പട്ടുമെത്തേ കിടത്തണമെന്ന് പറഞ്ഞു? ദിലീപിന്റെ അല്ല, ഇതേ സാഹചര്യങ്ങളിൽ അവിടെ ജയിലിൽ കഴിയുന്ന മറ്റുള്ളവരോട് തോന്നാത്ത സഹാനുഭൂതി ദിലീപിനോട് തോന്നുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യമല്ലേ താങ്കൾ ഈ പറയുന്നത്? ആ കാര്യത്തെയാണ് ഞാൻ ഇനി അപർണയുടെ പ്രശ്നം എന്താ? അതായത് ദിലീപിന്റെ നിരപരാധിത്വം തിരിച്ചറിയുന്ന ഒരു ജഡ്ജി അവര് മോശക്കാരി, ദിലീപിന് ഒരു കരിക്കവെള്ളം മേടിച്ചു കൊടുത്തു, ഡോക്ടറെ അറേഞ്ച് ചെയ്തെടുത്തു, ശ്രീലേഖ മോശക്കാരി. പോലീസ് ചെയ്യുന്ന കള്ളത്തരങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. പോലീസ് ഫോറൻസിക് റിപ്പോർട്ട് കള്ളത്തരം ചെയ്യുന്നൊരു DGP തുറന്നു പറയുകയാണ്. അപ്പൊ അവര് മോശക്കാരിയായി. ഇവര് സ്ത്രീയല്ലേ? ഇവര് പുരുഷ മേധാവിയാണോ? ഇവര് സവർണ ഫാസിസ്റ്റ് ആണോ? അല്ലെങ്കിൽ അപ്പൊ ആ ജഡ്ജി ഹണി വർഗീസ് അവര് ഏതെങ്കിലും വേറെ എന്താ പറയണേ പുരുഷ മേധാവിയായിട്ടാണോ അങ്ങനെ പറയുന്നത്? അപ്പോ ദിലീപിനെ കുടുക്കുക, ദിലീപിനെ കുരുക്കുക, ദിലീപിനെതിരെ ശത്രുതയുള്ളവർ, അസൂയുള്ളവർ, പ്രതികാരമുള്ളവർ എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു പാവം മനുഷ്യനെയും കുടുംബത്തെയും വേട്ടയാടി ഇല്ലാതാക്കാൻ നോക്കുമ്പോ ജുഡീഷ്യറി എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിക്കുന്നതാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്. ശരി, അത്രയും പാവം മനുഷ്യൻ നടത്തിയ അത്രയും നിഷ്കളങ്കനായ, അത്രയും പരിശുദ്ധാത്മാവായ ആ മനുഷ്യനെ നമുക്ക് ബഹുമാനിക്കാം. അല്ല, രാഹുൽ ഈശ്വർ ബഹുമാനിച്ചുകൊള്ളൂ, പക്ഷെ എല്ലാരും ബഹുമാനിക്കണം എന്ന് പറയരുത്. അത് നടക്കാത്ത കാര്യം. അപർണയ്ക്ക് എന്താ തെളിവ്? ദിലീപ് തെറ്റുകാരനല്ല എന്ന് എങ്ങനെയാണ് രാഹുൽ ഈശ്വറിന് പറയാൻ കഴിയുക? ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നതിന് ശേഷവും ദിലീപ് തെറ്റുകാരനല്ല എന്ന് രാഹുൽ ഈശ്വർ തുടർച്ചയായി എന്തുകൊണ്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വ്യക്തിയെ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ നിരപരാധിയാണ്. അതുകൊണ്ടാണ് നമ്പി നാരായണന്റെ വേട്ടയാടൽ, ശശി തരൂരിന്റെ വേട്ടയാടൽ, നമ്പി നാരായണനെയും ദിലീപിനെയും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കരുത് പ്ലീസ്, അപേക്ഷയാണ്. ശരി, നമ്പിനാരായണനെ പോലെ വേട്ടയാടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. ഷാറൂഖ് ഖാനെ പോലെ അതുപോലെയൊന്നും മഹത്വവൽക്കരിച്ച് കളയരുത് പ്ലീസ്. അതുപോലെയൊന്നും മഹത്വവൽക്കരിച്ച് കളയരുത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ. അയാൾക്കെതിരെ ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്പി നാരായണനെയും ഒപ്പം തന്നെ ദിലീപിനെയും കൂടി ഒരുമിച്ച് കോടതിയാണ് തെളിവെന്ന് പറയേണ്ടത്. ശരി, നിൽക്കൂ. തെളിവല്ലേ? നിങ്ങളുടെ ഈ തെളിവ് എന്നുള്ള വാദം എത്ര ദിവസം കൂടി ഉണ്ടാകുമെന്ന് കാണാം. ദയവായി ചെയ്ത് തുടരൂ രാഹുൽ ഈശ്വർ. നോക്കൂ, കാണാം, വെയിറ്റ് ചെയ്യൂ. രാഹുൽ ഈശ്വർ എത്ര ദിവസം കൂടി ഇതേ ആർജവത്തോടു കൂടി സംസാരിക്കാൻ കഴിയുമെന്ന് കാണാം. വെയിറ്റ് ചെയ്യൂ. മറുപടി. അല്ല, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ പറഞ്ഞ DGP ഉണ്ടല്ലോ, ഇവർ സർവീസിൽ ഇരുന്നപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഇവർ സർവീസിൽ ഇരിക്കുമ്പോ ഇവരുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള സുന്ദരിയായ ഒരു SI ആയ ഒരു വനിതാ SIയെ അന്നത്തെ DIG തന്റെ മുറിയിലേക്ക് വിളിച്ചപ്പോ ഇവർ ഇന്നത്തേക്ക് നീ പോണ്ട എന്ന് പറഞ്ഞതല്ലാതെ ഇവർ ഇത് പുറത്തു പറഞ്ഞോ? ഇവർ അതിനെന്തെങ്കിലും നടപടിയെടുത്തു? ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ റിട്ടയർ ചെയ്ത് നരവിടുന്നതിന് ശേഷം വന്നിരുന്ന് ഈ കാര്യങ്ങൾ പറയാൻ? ഇവർ സർവീസിൽ പവറോടെ ഇരുന്നല്ലോ. അന്ന് ഈ കാര്യങ്ങൾ ചെയ്യാത്തത്, ഈ വിളിച്ചോതിക്കൊണ്ട് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അന്ന് അവർ സർവീസിൽ കാണിക്കാത്തത്. പിന്നെ അതുപോലെ അവർ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കണം, ഞാൻ ജയിലിനകത്തേക്ക് പോകുമ്പോ കുറെ പ്രിസണേഴ്സിനോടൊപ്പം മിസ്റ്റർ ദിലീപ് കിടക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം പ്രിസണേഴ്സ്, ഇത് ദിലീപ്. വളരെ മോശമാണ് രാഹുൽ. നിങ്ങൾ അവരുടെ വാക്കുകളെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ആളുകളുടെ മുമ്പ് ഈ മൈതാന പ്രസംഗം നടത്തുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ശബ്ദത്തിൽ സംസാരിക്കരുത്. എനിക്ക് നന്നായിട്ട് കേൾക്കാം, ഈ ഓഡിയൻസിനൊക്കെ നന്നായിട്ട് കേൾക്കാം. നല്ല ഹൈടെക് മൈക്കാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. വളരെ ശബ്ദം കുറച്ച് അവർ പറഞ്ഞ ന്യായം പറയൂ. ഇവർ സർവീസിൽ ഇരുന്നപ്പോ എന്ത് ചെയ്തു? ഇവർ സർവീസിൽ ഇരുന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. ഈ വാചകം പറഞ്ഞ എപ്പോഴാണ് രാഹുലെ? ഇവർ സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലേ പറഞ്ഞത് ഇത്? അപ്പൊ അവർ പറയുന്നൊന്നും നിങ്ങൾ എടുക്കരുത്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് നരവിൽ ഇറങ്ങുമ്പോൾ കുറെ എണ്ണത്തിന് ഈ പരിപാടിയുണ്ട്. ബുക്ക് എഴുതുക, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ പറയുക. ഇരിക്കുന്ന പവർ അവർ ഉപയോഗിച്ചില്ല. അവരാകെ കരിക്ക് വാങ്ങിക്കൊടുക്കാൻ മനസ്സ് കാണിച്ചു. അത് മാത്രമേ അവർ ചെയ്തുള്ളൂ. ശരി, ശ്രീ അഡ്വക്കേറ്റ് മിനി, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ പോലും, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ ബാൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആ വ്യക്തി കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി വേട്ടയാടപ്പെടുന്നു എന്ന ആർഗ്യുമെന്റ് ഉണ്ടാകുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്നത് അഡ്വക്കേറ്റ് മിനി? ഇതിലുള്ള വിഷയം, നടിയെ ആക്രമിച്ച കേസില് കോടതിയിൽ പെൻഡിങ് കിടക്കുന്ന ഒരു കേസാണ്, ട്രയലിൽ കിടക്കുന്ന ഒരു കേസാണ്. മറ്റേ കേസാണെങ്കിൽ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നടിയെ ആക്രമിച്ച കേസും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കോ അപർണയ്ക്കോ, നമ്മള് ഒരു സൊസൈറ്റിയിൽ, നേരത്തെ അജയകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റിയിൽ നീതി പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്.
നമ്മളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ദിലീപിനോട് എനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നം ദിലീപിനോടില്ല. ഇതുവരെ ആ മനുഷ്യനെ ഞാൻ കാണുകയോ സംസാരിക്കുകയോ എനിക്ക് അങ്ങനെ പേഴ്സണലി യാതൊരു തരത്തിലുള്ള വൈരാഗ്യമില്ല. പക്ഷെ സ്ത്രീകളെയും കുട്ടികളെയും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ആളോട് അവരെ ശിക്ഷിക്കണം എന്നുള്ള നിലപാടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത്തരം വിഷയങ്ങളില് പ്രതികൾക്കെതിരായിട്ടുള്ള നിലപാട് എടുക്കും. പിന്നെ എല്ലാ കേസുകളിലും ഇത്തരം ക്രിമിനൽസ് ശിക്ഷിക്കപ്പെടുന്നുമില്ല. അതൊക്കെ ഈ കേസിലെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാര് നടത്തുന്ന അന്വേഷണത്തിലെ അപര്യാപ്തത കൊണ്ട് തന്നെ പല പ്രതികളും രക്ഷപ്പെടുന്നുണ്ട്. ഇതില് കേസ് അന്വേഷണം നടത്തുമ്പോ ചില ആളുകൾ ആയിരക്കണക്കിന് സാക്ഷികളെ കൊണ്ടുവരും. ആയിരക്കണക്കിന് സാക്ഷികൾ എന്തിന്? സാക്ഷികൾ കൂറുമാറ്റമാറാത്ത സാക്ഷികൾ, വളരെ കുറച്ച് സാക്ഷികൾ ഉണ്ടാവുകയും അനാവശ്യമായ കോൺട്രഡിക്ഷൻ ഇല്ലാത്ത രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുകയും ആ സാക്ഷികൾ ഒരു ഘട്ടത്തിലും കൂറുമാറാതിരിക്കുകയും ചെയ്യും. ഇപ്പൊ കുറെ കാശ് കൊടുത്താലും മാറുന്ന സാക്ഷിനെ ഒഴിവാക്കണം. ഇത്തരം ആളുകൾ സ്വീകരിക്കാൻ തയ്യാറ്. ഇപ്പൊ അഭിഭാഷകരെ ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ അതിന്ന് അപർണ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. അഭിഭാഷകർക്കെതിരായിട്ട് വിക്ടിം കൊടുത്തിരിക്കുന്ന ഒരു പരാതി, ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതില് അഭിഭാഷകരുമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് അവരൊരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അവരുടെ കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കക്ഷിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ശ്രമവും അവർക്ക് നടത്താം എന്ന് കരുതി നമ്മളാരും നിയമവിരുദ്ധമായ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു കക്ഷി വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന സാക്ഷികളെ കൂറുമാറ്റണം, ഇന്ന സാക്ഷികളാണ് ഇതിൽ പ്രശ്നം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാക്ഷികൾ, അവരെ കൂറുമാറ്റണം എന്ന് പറയാം. അപ്പൊ കൂറുമാറ്റാൻ യഥാർത്ഥത്തിൽ എല്ലാ പ്രതികളും ശ്രമിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ക്രിമിനൽ കേസുകൾ ബഹുഭൂരിപക്ഷവും ജയിക്കുന്നത്. അല്ലാതെ വക്കീലന്മാര് ഏത് വക്കീലന്മാരാണെങ്കിലും, ഇപ്പൊ രാമൻപിള്ള ആണെങ്കിലും വിജയഭാനു ആണെങ്കിലും മറ്റ് ഏത് ക്രിമിനൽ വക്കീലന്മാരാണെങ്കിലും, നേരത്തെ നമ്മൾ പറയാം വീരേന്ദ്രമേനോൻ ആണെങ്കിലും, സാക്ഷികൾ കൂറുമാറിയില്ലെങ്കിൽ കേസ് ശിക്ഷിക്കപ്പെടും. അപ്പൊ സാക്ഷികൾ കൂറുമാറുക എന്ന് പറയുന്നത് ക്രിമിനൽ ലോയേഴ്സിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അക്യൂസ്ഡിന്റെ ലോയേഴ്സിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെത്ര മിടുക്കന്മാരാണെങ്കിലും ഒരു സാക്ഷി അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാല് ബുദ്ധിമുട്ടായില്ലേ? പിന്നെ ആ കടലാസ് എടുത്ത് വിഴുങ്ങേണ്ടി വരും. കേസിലെ ട്രയലിൽ ചില അഡ്വക്കേറ്റ്സ് ഫണ്ട് ചെയ്തിട്ടുള്ള പോലുള്ള തെളിവുകളൊക്കെ വിഴുങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അഡ്വക്കേറ്റ് രാമൻപിള്ള അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ കക്ഷിയിലൂടെയോ അല്ലെങ്കിൽ മറ്റാളുകൾക്ക് വേണ്ടിയോ, കക്ഷി ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് രാമൻപിള്ള ചിലപ്പോൾ സാക്ഷിനെ മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവണം, ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ രാമൻപിള്ളനെയോ അതുപോലുള്ള വക്കീലന്മാരും അല്ല ഇതിൽ പറയേണ്ടത്. ഞാൻ ഇതിൽ എപ്പോഴും കാണുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ കറതീർന്ന ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ ആര് ശ്രമിച്ചാലും തെളിവുകളൊന്നും അട്ടിമറിക്കാനായിട്ട് സാധിക്കില്ല. ഉള്ള തെളിവുകൾ വളരെ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. കോടിക്കണക്കിന് രൂപ കൊടുത്താലും എല്ലാ ജഡ്ജിമാരും ഒരേപോലെ മാറണമെന്നില്ല. ഇതിപ്പോ ഒരു ട്രയൽ കോടതിയിൽ ശിക്ഷിച്ചില്ലെങ്കിലും ഇതിന് മുകളിലൊക്കെ ഇഷ്ടംപോലെ സംവിധാനം അപർണയ്ക്ക് അറിയാലോ. ദുരനെല്ലി കേസിൽ ആ പെൺകുട്ടി എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് പിന്നെ തിരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് അതിനൊരു നീതി കിട്ടിയത് സൊസൈറ്റിക്ക്. അപ്പൊ അത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെടുമെന്ന് കരുതി ഇന്ന് ഉള്ള കാശ് മുഴുവനും ദിലീപ് കളയേണ്ട കാര്യമില്ല. നാളത്തേക്കും കുറച്ച് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മള് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞ നമ്മൾ ഈ ഡിസ്കഷനില് പ്രതിക്ക് സഹായകരമായിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഈ പറയുന്നത്, ഞാനൊക്കെ അല്ലെങ്കിൽ അജയകുമാർ സാറൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്ന ചില സാധനങ്ങൾ ഈ പ്രതിഭാഗം വക്കീലന്മാരെയൊക്കെ എടുത്തത് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാം. നമ്മളിപ്പോ ഏതായാലും വിക്ടിമിന് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളുടെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും ഒരു പ്രതിക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. പിന്നെ ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഈ നിങ്ങൾ പറയുന്ന എല്ലാ വക്കീലന്മാരും എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവരൊക്കെ. എത്രയോ വർഷങ്ങളായിട്ട് അവരൊക്കെ കൊള്ളില്ലാത്തവരാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അവര് അവരുടെ കക്ഷിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അതില് വഴിവിട്ട് ക്രിമിനൽ ലൈനിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതിന്റെ കൃത്യമായിട്ടുള്ള നടപടികൾ അവർ ചെയ്യണം. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മള് ദിലീപിനെ അറസ്റ്റ് ചെയ്യണത് വരെ ദിലീപ് പ്രതിയാവും നമുക്കറിയില്ലായിരുന്നല്ലോ. ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്നപ്പോഴാണ് കുറെ ആളുകളെങ്കിലും ആഹാ ഇങ്ങനെ പ്രതിയാണല്ലേ എന്ന് വിശ്വസിക്കുന്നത്. അതുവരെ എന്തുമാത്രം ചർച്ചകൾ ഇതുമായി
കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ക്രൈം ബ്രാഞ്ച് ആയാലും സ്റ്റേറ്റ് പോലീസ് ആണെങ്കിലും CBI ആണെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവുക, അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുക. അതാണ് നമ്മൾക്ക് ആവശ്യം. വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ജയിക്കില്ല. തീർച്ചയായും. അഡ്വക്കേറ്റ് രാജകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് ലാപ്പിലുള്ള ഓട്ടമാണോ അന്വേഷണ സംഘം നടത്തുന്നത്? ആദ്യഘട്ടത്തിൽ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിക്കുകയും പിന്നീട് ബാലചന്ദ്രകുമാർ വിചാരണ വേളയിൽ ചില വിട്ടുപോയ ലിങ്കുകൾ ബോധ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ കൂടുതൽ അതിനൊരു തെളിച്ചമുണ്ടാകുന്നു. അപ്പോൾ ഒന്നാമത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് ഡിസംബർ 25-ാം തീയതിയാണ്. പിന്നീട് കേസിന്റെ വിചാരണ തീരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അന്വേഷണ സംഘം ഒരു തത്രപ്പാടിലായിപ്പോയോ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്. ശ്രീ രാഹുൽ ഈശ്വർ ശ്രീമതി ശ്രീലേഖയ്ക്കും അവരുടെ ഹസ്ബൻഡ് ഡോക്ടർ സേതുനാഥിനും വേണ്ടി പലപ്പോഴും ഹാജരായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ. അവരുടെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു വാക്ക് എടുത്തു വച്ച് അത് ദിലീപിന് അനുകൂലമാണ് എന്നുള്ള രീതിയിൽ അവർ ഈ കേസിനെതിരെ മൊത്തം സംസാരിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അത് അവരുടെ മാന്യതയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ആ രീതിയിൽ അവരെ യൂട്ടിലൈസ് ചെയ്യരുത്. എനിക്ക് അവരുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ട് അവരുടെ കേസ് നടത്തിയിരുന്ന കാലത്തെ അനുഭവങ്ങൾ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടും ഞാനൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. അത് ദയവായിട്ട് അത്തരത്തിലുള്ള നമ്മുടെ ചർച്ചയിലില്ലാത്ത ആളുകളെ റെഫർ ചെയ്ത് കളയരുത്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, ഈ ആദ്യ ഘട്ടത്തിൽ ഒരുപാട് അപാകത സംഭവിച്ചു ഈ അന്വേഷണത്തിൽ എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. കാരണം മതിയായ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു. ശ്രീ മിനി പറഞ്ഞത് ഒരു ഭാഗത്ത് ഞാൻ അംഗീകരിക്കുന്നു. ആ തെളിവുകൾ അതേപോലെ കോടതിയിൽ വന്നില്ല എന്നുള്ളൊരു അപാകതയുണ്ട്. ആ അപാകത സംഭവിച്ചത് ഈ ശ്രീ 8-ാം പ്രതിയെ ലിങ്ക് ചെയ്യുന്ന എവിഡൻസ് ഭാഗങ്ങൾ വളരെ തന്ത്രപൂർവം അട്ടിമറിക്കുവാൻ ശ്രമമുണ്ടായി എന്നുള്ളതാണ് സത്യം. അത് ഇൻ ക്യാമറ ട്രയലായപ്പോൾ കിട്ടിയ ഒരു അഡ്വാൻറ്റേജാണ്. അന്നൊന്നും തന്നെ അത് നമ്മുടെ തൃശ്ശൂരിൽ വാച്ച്മാനെ ഇടിച്ചു കൊന്ന കേസ് പോലെ അപ്പം തന്നെ പുറത്തേക്ക് വന്നില്ല. അപ്പം തന്നെ പൊതുസമൂഹം ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഈ കളി കുറച്ചു കാലം ദീർഘമായി നടന്നു പോവുകയും അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു കൈ പ്രവർത്തിക്കുകയും അത് നേരിട്ട് ഇതൊക്കെയാണ് യവൻ ഈ ട്രയലിൽ ചെയ്തു കൂട്ടിയത് എന്ന് പൊതുസമൂഹത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പുനരന്വേഷണത്തിനുള്ള അവസരം ഉണ്ടാവുകയാണ് ചെയ്തത്. പുനരന്വേഷണം ചെയ്തത് ഇതേ വിചാരണ കോടതിയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് കൊടുത്തത്. അതനുസരിച്ച് അന്വേഷിക്കുകയാണ്. ഒരു പരിധിയിൽ ഇപ്പോൾ അവർ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇനി നിൽക്കുന്ന പല സാക്ഷികളും എത്തിയിട്ടില്ല. അവര് വിദേശത്താണ്. പലരെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരെ മനഃപൂർവ്വം മുക്കിയിരിക്കുകയാണ്. ഭാഗമായിട്ട് ചേർക്കണ്ടേ? കാവ്യാമാധവൻ ഉൾപ്പെടെയുള്ളവർ വിദേശത്താണ്. പല സാക്ഷികളും മുങ്ങിയിരിക്കുകയാണ്. അവര് വരാതിരിക്കുകയാണ്. അന്വേഷണത്തിൽ സഹകരിക്കാതിരിക്കുകയാണ്. അപ്പൊ പോലീസിന് കൂടുതൽ നാച്ചുറലായിട്ട് സമയം വേണം. പിന്നെ ദിലീപിന് അനുകൂലമായി ആരെങ്കിലും പറഞ്ഞാൽ അതൊരു ആപ്തവാക്യവും ദിലീപിനെതിരെ സംസാരിച്ചാൽ അവരെല്ലാം അവിശുദ്ധരും ആയി മാറുന്നത് രാഹുൽ ഈശ്വറിന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുള്ളെങ്കിൽ നമുക്കതിലൊന്നും വിരോധമില്ല. അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ജഡ്ജ്മെന്റായി വരുന്നതിലും നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അതെങ്ങനെ വരുന്നു എന്നുള്ളത് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അത്ര വിലപ്പെട്ടതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വരുന്നത്. പിന്നെ അതിൽ നമുക്ക് വലിയ പരിഭവമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ആത്യന്തികമായി ഇന്ത്യയിൽ സുപ്രീം കോടതി വരെ പോകുന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് അട്ടിമറിച്ച് ഈ അട്ടി ഒന്ന് തട്ടിയിട്ടാൽ ഇവിടെ തീരുന്നതല്ല. ഈ സൂര്യനെല്ലി കേസ് ശ്രീമതി മിനി സൂചിപ്പിച്ചു. അതിൻ്റെ അപ്പീൽ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ CP മാത്യു സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇത് തിരിച്ചു വരും, ഇത് ഈ കോടതി തന്നെ കറക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ നമ്മളൊക്കെ പറയുന്നതും ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട് രാഹുലെ. പക്ഷെ അതിൽ അഭിമാനം കൊള്ളാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ സത്യം ഇതിൽ നടക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടതികളിൽ അഭിഭാഷകർ മാന്യമായി പെരുമാറണം
എന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ്. നിങ്ങൾക്കറിയാമോ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരം ഫ്രെയിം ചെയ്ത കോണ്ടക്ട് റൂൾസ് അനുസരിച്ച്, അഡ്വക്കേറ്റ്സിന്റെ കോണ്ടക്ട് റൂൾസ് അനുസരിച്ച് ഒരു പ്രതി എന്തെങ്കിലും രീതിയിൽ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് ശ്രമം നടത്തിയതായി ഒരു അഭിഭാഷകന് അറിവ് കിട്ടിയാൽ അദ്ദേഹം അപ്പോൾ ആ കേസിൽ നിന്ന് പിന്മാറണം. അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാര്യം അത് ഒരു മിസ്കോണ്ടക്റ്റ് ആണ്. ഇവിടെ കൊട്ടേഷൻ എടുത്ത് കൂറുമാറ്റുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. സാക്ഷിയെ പിടിക്കുക, സാക്ഷി അതായത് ഇന്നിപ്പോൾ ഈ പെൺകുട്ടി ബാർ കൗൺസിൽ നൽകിയ, അതായത് ഈ ചില ക്രൈറ്റീരിയ ഉണ്ട്, ഈ ബാർ കൗൺസിൽ പരാതി നൽകുന്നതിന് ചില മാനദണ്ഡങ്ങളും ചില റൂൾസ് ഒക്കെ പാലിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഈ റൂൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. കാരണം ആദ്യം ഈ പരാതി നൽകുന്ന സമയത്ത്, ഇമെയിലായി പെൺകുട്ടി പരാതി നൽകുന്ന സമയത്ത് ആ പരാതി അവർ പരിഗണിക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യങ്ങൾ, അതായത് ഒരു പരാതി നൽകേണ്ട മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളോ പാലിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, അതായത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റൂൾ പ്രകാരം ഒരാൾ അല്ലെങ്കിൽ ആ പ്രതി അല്ലെങ്കിൽ താൻ വാദിക്കുന്ന കക്ഷി, അയാൾ ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് അഡ്വക്കേറ്റ് പിന്മാറണം. അങ്ങനെയാണെങ്കിൽ പിന്നെ രാമൻപിള്ള വക്കീലൊക്കെ എന്തൊക്കെയാണ് ദിലീപിന് വേണ്ടി ചെയ്യുന്നത്? അല്ല, ഞാൻ പറയുന്നതല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യം സംസാരിക്കണ്ട എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ സംസാരിച്ച് പോകുന്നത് ഈ ഞങ്ങളുടെ പ്രൊഫഷനിലേക്ക് വരുന്ന രാഹുൽ ഉൾപ്പെടെ വരാൻ നിൽക്കുന്നവരാണ്. അവര് പിടിക്കുന്നത് ഇത്തരത്തിലുള്ള സിംഗിൾ പോണി ദിസ് പോണി നോസ് ഓൺലി വൺ ട്രിക്ക് എന്നുള്ള രീതിയിൽ ഇതാണ് ക്രിമിനൽ പ്രാക്ടീസ് എന്ന് വിചാരിച്ചു കളയരുത്. സമർത്ഥരായ വക്കീലന്മാർ പോലീസിന്റെ കേസ് പൊളിക്കുന്നത് ഇങ്ങനെ ഒന്നും സാക്ഷ്യം പിടിച്ചിട്ടല്ല. ആ കേസിലെ നിയമപരമായ കാര്യങ്ങളും സാക്ഷികളുടെ മൊഴികളുടെ വൈരുദ്ധ്യങ്ങളും എല്ലാം എങ്ങനെ മുതലാക്കണമെന്ന് അറിയാവുന്നവർക്ക് ഇതുപോലെ സാക്ഷി പിടിക്കാനൊന്നും പോണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സാക്ഷി പിടുത്തവും അതിനു മുകളിലുള്ള പിടുത്തവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ ഈ ക്രിമിനൽ ലോ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രസക്തിയും ഇല്ലാതെ ആയിപ്പോവും. ഈ രാജ്യത്ത് അരാജകത്വം വാഴും. അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നവരും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തെ, അതായത് നിയമവ്യവസ്ഥ എന്ന് പറയുന്ന, നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നിലനിൽപ്പിൻ്റെ അതിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സ്വയം വിനാശം വരുത്തി വയ്ക്കുകയാണ്. പിന്നെ രാഹുൽ ഈശ്വരനോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. പാപ് ചെല്ലുന്നിടമെല്ലാം പാതാളം, തൊട്ടതെല്ലാം ഇപ്പൊ ഏകദേശം സ്വയം തിരിഞ്ഞു കടിക്കുന്ന സർപ്പങ്ങളായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു കേസില് ആത്യന്തികമായി നീതി എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് നടക്കും രാഹുലെ. ശരി ശരി ശ്രീ വരാം രാഹുലേശ്വർ, ഞാൻ വരാം. താങ്കളുടെ അവസരം താങ്കൾക്ക് തീർച്ചയായും ഇതിനുള്ള മറുപടിക്ക് അവസരം നൽകുന്നതായിരിക്കും. ഞാൻ ഒന്ന് ബാലചന്ദ്രകുമാറിലേക്ക് പോയതിനു ശേഷം ഞാൻ മടങ്ങിയതാം. ശ്രീ ബാലചന്ദ്രകുമാർ, ഇപ്പോൾ താങ്കൾ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം നിരവധിയായ സമ്മർദ്ദങ്ങൾ താങ്കൾക്ക് മേലുണ്ടായിട്ടുണ്ട്, നിരവധിയായ ആക്ഷേപങ്ങൾ താങ്കൾ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന, അന്വേഷണ സംഘം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ചില തെളിവുകൾ അല്ലെങ്കിൽ അന്വേഷണ സംഘം പുറത്ത് നൽകുന്ന ചില റിപ്പോർട്ടുകൾ, അത് താങ്കൾക്ക് ആത്മവിശ്വാസം നൽകുന്നില്ല? ഈ കേസിൽ നീതി പുലരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കേസിൽ നീതി പുലരുമെന്ന് ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ആത്മവിശ്വാസം അവരിപ്പോ പുറത്തുവിടുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, എനിക്ക് നേരത്തെ തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഈ കേസിനകത്ത് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല എന്നൊക്കെ ഈ പാനലിൽ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി ഞാനാണ്. പക്ഷെ നമ്മൾ അതിവിടെ പറയാൻ പാടില്ല. എനിക്ക് ഈ പറയാനുള്ള പരിമിതി ഉള്ളത് കൊണ്ട്, ഞാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് എൻ്റെ ഒരു പരാജയമായിട്ടൊന്നും ചിന്തിച്ചു കളയും ചെയ്യരുത്. കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ മിനി മാഡം പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന ചിലപ്പോ അങ്ങനെ ഓരോ വാക്കുകൾ പോലും നമുക്ക് നാളെ ദോഷം ചെയ്തേക്കും. അതുകൊണ്ടാണ് ഇവർ എന്നെ പ്രൊവോക്ഡ് ആക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ പല കാര്യങ്ങളും പറയാത്തത്. ഈ തെളിവുകൾ എന്ന് ഈ രാഹുൽ ഈശ്വരൊക്കെ പുറവിളി കൂട്ടുന്നല്ലോ, ഈ തെളിവുകളെല്ലാം ഇങ്ങനെ വാരി അന്തരീക്ഷത്തിൽ വിതറേണ്ട സാധനമാണോ? ഇതൊക്കെ കോടതിയിൽ കൊടുക്കേണ്ട സാധനമില്ല, അതൊക്കെ കോടതിയല്ലേ പരിശോധിക്കേണ്ടത്. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലോട്ട് ഇങ്ങനെ ഇതാണ് ഒരു തെളിവ് എന്ന് പറഞ്ഞ് ഓരോ ദിവസം പോലീസ് വിടുമെന്നാണോ വിചാരിക്കുന്നത്? അപ്പോ ഇപ്പൊ തന്നെ രാഹുൽ ഈശ്വർ ഇതിന്റെ ഒരു വെർബാറ്റം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിനു മുമ്പേ പുള്ളി പറയുന്നു അതൊരു തെളിവാണ്, അത് പോലീസല്ലേ കൊണ്ടുവന്നത്, കേരള പോലീസല്ലേ കൊണ്ടുവന്നത്. അപ്പൊ കേരള പോലീസ് എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട പോലീസാണ്. അതുകൊണ്ടാണ് ഇവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അപ്പൊ എന്തു കൊണ്ടുവന്നാലും, എന്റെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്മൾ ഈ കരളെടുത്ത് കാണിച്ചാലും ഇത് മണ്ണാങ്കട്ട എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാനസിക അസുഖം പിടിച്ച ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കേസ് നടക്കുന്നത്. എനിക്കതേ പറയാനുള്ളൂ.
ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ തെളിവുകളുമായി ബന്ധപ്പെട്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷേ ഈ തെളിവുകൾ അത് കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അത് കോടതിയിൽ അവർ കൃത്യമായ അന്വേഷണ സംഘം ഹാജരാക്കുകയും ചെയ്യും, ഹാജരാക്കേണ്ട സമയത്ത്. കാരണം ഈ കേസിൽ ഇതുവരെയും അന്വേഷണ റിപ്പോർട്ട്, പല കേസുകൾ, പ്രത്യേകിച്ച് ഈ വധഗൂഢാലോചന കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടില്ല, ചാർജ് ഷീറ്റ് ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് നേരത്തെ സമർപ്പിച്ചതൊക്കെ തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള ചില വാദങ്ങളാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചാർജ് ഷീറ്റൊക്കെ കൊടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്ന സമയത്ത് മതിയല്ലോ തെളിവ്. ഈ തെളിവൊക്കെ നേരിട്ടേ കിട്ടി. നിങ്ങളിങ്ങനെ ബഹളം വെച്ച് പ്രൊവോക്ക് ചെയ്ത് ഏതെങ്കിലും തെളിവിനെ കുറിച്ചൊക്കെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലേ പ്രതിഭാഗത്തിന്? എങ്ങനെ? ഞാനല്ലല്ലോ ചോദിച്ചത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ എന്താ? പ്രഥമ ദൃഷ്ടിയായി കേസ് നിലനിൽക്കുമോ എന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തത്. ഈ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കോടതിയിൽ, അതായത് FIR ക്വാഷ് ചെയ്യണം എന്ന് പറയുന്ന കോടതിയിലും ദിലീപിന്റെ അഭിഭാഷക ഈ വാദം ഉന്നയിച്ചല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കോടതിയുടെ മുമ്പിൽ ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് അന്ന് പ്രസന്റ് ചെയ്തു. കോടതി അത് നെഗ്ലക്ട് ചെയ്തു. കാര്യം മെറിറ്റ് ഇല്ല, പലതും അർദ്ധസത്യങ്ങളാണ്, ഹാഫ് ട്രൂത്ത്സ് ആണ്. ഇനിയും രണ്ട്, വളരെ ബഹുമാനത്തോടെ അജയകുമാർ സാറിനോട് പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ നിയമത്തിന്റെ അറിവിന്റെ നൂറിലൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ ശ്രീലേഖ മാഡത്തെ കോട്ട് ചെയ്തത് മാഡത്തിന്റെ വാക്കുകൾ തന്നെയാണ്. മാഡത്തിന്റെ പ്രസക്തി ശ്രീ ദിലീപിന്റെ കേസിൽ മുമ്പേ നിലപാടെടുക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് ശ്രീലേഖ മാഡത്തിന്റെ കാര്യം ഞാനിവിടെ ഊന്നി പറഞ്ഞത്. മാഡം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫോറൻസിക്കിൽ വ്യാജരേഖ ചമയ്ക്കും എന്ന് ഇത്രയും ക്രിട്ടിക്കലായ സന്ദർഭത്തിൽ പറഞ്ഞത് ഉയർത്തിക്കാട്ടാതിരിക്കാൻ കഴിയുമോ? ഒരു പോലീസ് DGP പറയുകയാണ്, അഭിഭാഷകർ ചെയ്യുന്നതല്ല, പോലീസ് ചെയ്യുന്ന കള്ളത്തരത്തെ കുറിച്ച് പോലീസ് എന്തറ്റം വരെ. ഒരു കാര്യം ചെയ്യാം, ദിലീപ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ് രാഹുൽ ഈശ്വറെ, ഈ ദിലീപ് ഒരു ഫോറൻസിക് ലാബ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ബോംബെയില്? അതിന്റെ എവിഡൻസ് കൊടുക്കാം. അതിന്റെ എവിഡൻസ് നമുക്ക് കോടതി ഹാജരാക്കാം. അല്ല, അതിന്റെ എവിഡൻസ് അല്ലല്ലോ, പോലീസ് കള്ളത്തരം ചെയ്യുന്നല്ലേ പറഞ്ഞത്. അല്ല, രാഹുൽ ബോധ്യപ്പെടാൻ പോകുന്നത് ദിലീപ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് മാത്രമേ ബോധ്യപ്പെടാൻ സാധ്യതയുള്ളൂ. ഒരു കാര്യം ചെയ്യും രാഹുൽ ഈശ്വറെ, നിങ്ങളൊക്കെ കൂടി ചേർന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നോക്കൂ. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിപ്പോൾ ജഡ്ജി ആരാകുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ റൂട്ട്സ് ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന് വിശ്വാസമില്ല, കേരളത്തിലെ പോലീസിനെ വിശ്വാസമില്ല, കേരളത്തിലെ ഫോറൻസിക് ലാബിനെ വിശ്വാസമില്ല, ഫോറൻസിക് വിദഗ്ധരെ വിശ്വാസമില്ല. നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ബോംബെയിലെ ഫോറൻസിക് ലാബിന് മാത്രമാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്. കേരളത്തിലെ ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ല. അപർണയുടെ ഒരുപടി മേലാണ് ഞാൻ. എന്നെ അപർണ പോലീസുകാരനാക്കിയാൽ ഞാൻ അപർണയെ ജഡ്ജിയാക്കും. അതുപോട്ടെ. ഇനി രണ്ട്, ബാലേന്ദ്രകുമാർ, പ്രധാനപ്പെട്ട ശ്രീ ബാലേന്ദ്രകുമാർ ഒരു പോയിന്റ് പറഞ്ഞു, എന്തുകൊണ്ട് നമ്മുടെ DGP നേരത്തെ പറഞ്ഞില്ല എന്ന്. ഇതേ ചോദ്യമല്ലേ ബാലേന്ദ്രകുമാർ കോടതി ചോദിച്ചത്? നിങ്ങൾ എന്താ നേരത്തെ ഇത് പറയാത്തത്? നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം തോന്നിയാൽ കുറ്റം പറയാൻ കഴിയുമോ? കോടതി ചോദിച്ചത് എന്തുകൊണ്ടാ? കാര്യം ബാലേന്ദ്രകുമാർ ഇത്ര കാലം എന്ത് രാഹുൽ ഈശ്വർ ആദ്യം ചോദിച്ചപ്പോ എല്ലാരും ഭയങ്കരമായി ബാലേന്ദ്രകുമാർ, താങ്കൾ നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ ഇടയ്ക്ക് വോയിസ് കുറച്ചാൽ മതി, കറക്റ്റ് ആയിട്ട് വന്നോളൂ. ബാലേന്ദ്രകുമാറിനോട് ഇതേ ചോദ്യം ബഹുമാനപ്പെട്ട കോടതി ബാലേന്ദ്രകുമാറിന്റെ കാര്യത്തിൽ ചോദിച്ചില്ലേ? അപ്പം പ്രോസിക്യൂഷനും പോലീസും ബാലേന്ദ്രകുമാറെല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞു, അതൊന്നും നമ്മളിപ്പോൾ ചോദിക്കരുത്, കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട, നിങ്ങൾ കേസ് മാത്രം നോക്കിയാൽ മതി എന്ന്. ഇത് തന്നെയാണ് ചോദിച്ചത്. നമുക്ക് എല്ലാ നീതി വെള്ളമെന്നാണ്. ആ നീതി എന്താണെന്ന് അറിയാമോ? ഇവിടെ കോമൺ സെൻസ് വേണം. മുമ്പ് പറഞ്ഞ കോടതി വിധികൾ മനസ്സിലാക്കാൻ എനിക്ക് നിയമത്തിന്റെ പാണ്ഡിത്യമൊന്നുമില്ല, മുൻവിധി ഇല്ലാത്തൊരു കണ്ണുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. അതിൽ അറ്റവും തലയും വാലും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ കോടതിയിൽ പ്രസന്റ് ചെയ്ത് കേസ് ജയിക്കാം. അത് മീഡിയയിൽ അത് മതി, മീഡിയയുടെ തർക്കങ്ങളിൽ അത് ഗുണം ചെയ്യും. പക്ഷേ അറ്റവും തുമ്പും തലയും വാലും ഇല്ലാത്ത തെളിവ് കോടതിയിൽ പറഞ്ഞാൽ കോടതിക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഇതൊരു ഡേഞ്ചറസ് പ്രീസിഡൻസ് ആയി മാറും. അപർണ മനസ്സിലാക്കേണ്ടത്, നാളെ അപർണയ്ക്കെതിരെയും ബാലേന്ദ്രകുമാറിന് അറിയാത്താണോ? അദ്ദേഹം സിനിമാ രംഗത്തെ വിദഗ്ധനല്ലേ? എത്ര ഈസി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. വെറുതെ നെറ്റിൽ ഗൂഗിൾ സെർച്ചിൽ പോയാൽ, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും വോയിസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഏത് രീതിയിലും വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുന്ന 100 കണക്കിന് ഫ്രീ സോഫ്റ്റ്വെയറുകൾ ഉണ്ട് ഈ നാട്ടിൽ. അത് വെച്ച് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അപർണ ഓർക്കേണ്ട കാര്യം, തീർത്തോട്ടെ, നാളെ അപർണ ആരെങ്കിലും ഇതേപോലെ പറഞ്ഞാൽ അപർണയുടെ 2.25 സെക്കൻഡുള്ള ക്ലിപ്പ് വെച്ച് അപർണയെ ജയിലിൽ ഇടാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. അപർണയ്ക്ക് കിട്ടാത്ത ചില പ്രിവിലേജുകൾ നോക്കൂ, അപർണയ്ക്ക് കിട്ടാത്ത ചില പ്രിവിലേജുകൾ എനിക്കോ അഡ്വക്കേറ്റ് മിനിക്കോ ബാലചന്ദ്രകുമാറിനോ അഡ്വക്കേറ്റ് രാജകുമാറിനോ കിട്ടാത്ത പ്രിവിലേജുകൾ ചില സമയങ്ങളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിന് കിട്ടിയിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, അര ദിവസം കൂട്ടി കൊടുത്തില്ല, ഒരു ദിവസം എക്സ്ട്രാ ചോദിച്ചു, കൊടുത്തില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു കോടതി.
എത്രത്തോളം സ്ട്രിക്റ്റ് ആയിരുന്നു? അല്ല, കോടതിയെ ചില സമയത്ത് ജുഡീഷ്യറിയെ വിമർശിക്കുന്നതിൽ ഒരു പൗരന്, ഒരു ഇന്ത്യൻ സിറ്റിസണ് പരിമിതികളുണ്ട്. പക്ഷേ ഈ കേസിൽ അനധികൃതമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ശ്രീ രാഹുൽ ഈശ്വർ, നിങ്ങൾ അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയും. കാരണം ഈ നടന്ന സീരീസ് മുഴുവൻ ഞങ്ങൾ കണ്ടതാണ്. ഇതേ കോടതി പറഞ്ഞു, രാഹുലെ, ഇതേ കോടതി പറഞ്ഞു ചില ഡോക്യുമെന്റ്സ് കണ്ടപ്പോ കോടതിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് പറഞ്ഞതും ഈ ബഹുമാനപ്പെട്ട കോടതിയാണ്. അതെ, മിക്കവാറും ദിലീപിനെ കൊടുക്കാൻ പോലീസ് ശ്രമിക്കുന്നത് കണ്ടിട്ടായിരിക്കും. ദിലീപിനെ കൊടുക്കാൻ പോലീസ് നോക്കുന്നത് കണ്ടിട്ടായിരിക്കും. എന്താന്ന് എനിക്കറിയില്ല, കോടതി പറയണം. പക്ഷേ കോടതി ദിലീപിനെ കൊടുക്കാൻ നടക്കുന്ന ഈ നാടകങ്ങൾ കണ്ടിട്ടായിരിക്കും. ഇല്ലെങ്കിൽ 3 ജഡ്ജിമാരല്ലേ ഡീൽ ചെയ്യുന്നത്. വിചാരണ കോടതി വേറെ, ഹൈക്കോടതി വേറെ, എഫ്ഐആറിന്റെ കോടതി വേറെ. എല്ലാരും ദിലീപ് എന്ന് പറയുന്ന നിരപരാധിക്ക് അനുകൂലമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? തെളിവ് വേണ്ടേ? ഇല്ലെങ്കിൽ നാളെ ആരെയും പിടിച്ചകത്തിട്ടില്ല. എല്ലാവരും സംസാരിക്കുന്നില്ല രാഹുല്. എല്ലാവരും രാഹുല് മാത്രമേ സംസാരിക്കുന്നു. എല്ലാവരെയും പിടിച്ചിടരുതേ സാർ. എല്ലാ കോടതികളും ഇതുവരെ സമീപിച്ച ഏതെങ്കിലും ഒരു സംസാരിച്ചിട്ടില്ല. എത്ര കാലം വേട്ടയാടും? നിങ്ങൾ മനസ്സിലാക്കുക. ദിലീപ് നിരപരാധിയാണ് ഇത്ര കോൺഫിഡൻസോടുകൂടി എങ്ങനെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്? എനിക്കറിയില്ല. നടിയോടൊപ്പമാണ്. നടിക്ക് നീതി കിട്ടണം. പക്ഷെ നടിക്ക് നീതി എന്ന് പറഞ്ഞാൽ നിരപരാധിയെ തൂക്കിക്കൊല്ലുക അല്ല, ദിലീപിനെ കള്ളക്കേസിൽ കൊടുക്കുകയല്ല. നടിക്ക് നീതി വേണം. പക്ഷെ നടിക്ക് നീതി വേണമെന്ന് പറഞ്ഞാൽ ദിലീപിനെ കള്ളക്കേസിൽ കൊടുക്കണം എന്ന ദ്വന്ദ്വം ബൈനറി, ഫോൾസ് ബൈനറിയാണ്. അത് തെറ്റാണ്. അതൊരു വൃത്തികെട്ട ലോജിക്കൽ ഫാലസിയാണ്. അല്ല രാഹുൽ ഈശ്വർ, ഇത് രണ്ടും കൂടി പറയല്ലേ? അതായത് ഞാൻ ഇരയ്ക്കൊപ്പം വേട്ടക്കാരനൊപ്പം എന്നുള്ള ഡയലോഗ് അടിക്കല്ലേ? ഞാനൊരു ഫിലോസഫി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ബാലേന്ദ്രകുമാരെ, നിങ്ങളെ പോലല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ലോകം കണ്ടവനാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ചർച്ചയെക്കാട്ടി കൂടുതൽ ഇരുന്നിട്ടുള്ളവനാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എത്ര ചർച്ചയിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം. അതിൽ രാഹുൽ ഈശ്വർ ഒരു നിമിഷം. അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ താങ്കൾ. നടിക്ക് നീതി ലഭിക്കണം, അതിന്റെ പേരിൽ ദിലീപിനെ വേട്ടയാടരുത്. എന്റെ പൊന്ന പറഞ്ഞ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്താണ് രാഹുൽ പറയുന്നത് അവർക്ക് മനസ്സിലാവും. നമ്മൾ ഇതിനൊരു മറുപടിയുടെ ആവശ്യമില്ല. രാഹുല് നല്ല അഡ്വക്കേറ്റ് ആവും, അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ ബാലചന്ദ്രകുമാർ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പുറത്തു വരുന്ന തെളിവുകളൊക്കെ തന്നെയും ഉണ്ടല്ലോ. ഈ പുറത്തു വരുന്ന തെളിവുകളൊക്കെ ഈ കേസിൽ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ മാത്രം പാകമുള്ളതാണോ? അതായത് വധഗൂഢാലോചന കേസിന്റെ ഒരു ഭാഗം മാത്രമാണ്, അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒരു ഭാഗം മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുത്തത്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നാളെ അല്ലെങ്കിൽ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് പറയുന്നതിൽ പരിമിതികളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കൂടുതൽ തെളിവുകളുമായല്ലേ അന്വേഷണ സംഘം കോടതിയിലെത്തുള്ളൂ? ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ബഹുമാനപ്പെട്ട കോടതി പറയേണ്ട കാര്യമാണ്. അത് രാഹുൽ ഈശ്വറിനോട് ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് പറയും. അതിന് എനിക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരവില്ല മേഡം, പ്ലീസ്. ശരി, അല്ല ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുണ്ടല്ലോ, ഈ തെളിവുകൾ എത്രത്തോളം ശക്തമാണ്? മാത്രമല്ല താങ്കൾ നൽകിയിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ, ഈ ഓഡിയോ സന്ദേശങ്ങളിൽ പലതും എഡിറ്റ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ആദ്യം മുതൽക്ക് തന്നെ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമുണ്ടല്ലോ, അതായത് ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പിന്റെ ഒറിജിനൽ ഡിവൈസ് അത് എവിടെയാണ് എന്നതുൾപ്പെടെയുള്ള ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ശ്രീ ബാലചന്ദ്രകുമാർ? എല്ലാം ക്ലാരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഡിവൈസുകൾ ഏൽപ്പിക്കേണ്ട സമയത്ത് ഞാൻ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവർ കോടതിയിൽ എപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ സെൽഫോൺ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള ഒരു 4-5 ഇലക്ട്രോണിക് ഡിവൈസുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ ചാറ്റുകൾ അടങ്ങി എന്റെ ഫോൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സുരാജിന്റെ ചാറ്റുകൾ, അനൂപിന്റെ ചാറ്റുകൾ എല്ലാം ഒറിജിനലാണ്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോണിൽ അതിലെന്നാണ് ഞാൻ നേരത്തെ തന്നെ വെല്ലുവിളിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നെയ്യാറ്റിങ്കര ബിഷപ്പിനെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ദിലീപിന്റെ അളിയൻ എനിക്ക് അയച്ച മെസ്സേജ് ഉണ്ട്. അത് പോലീസിന്റെ കയ്യിൽ നിലവിലുണ്ട്. എന്നിട്ട് അവർ തിരിച്ച് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച എന്താണ്, അങ്ങനെ ഒരാളുണ്ട്, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. പക്ഷെ ഇതെല്ലാം തിരിഞ്ഞു വരും മേഡം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സൈലന്റ് ആയിരിക്കുന്നത്. ഈ കേസിന്റെ കാര്യങ്ങൾ എനിക്ക് വിശദമായിട്ട്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ കേസിൽ ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഇതിനകത്ത് തെളിവുകളുണ്ടോ, അതോ ഇനി ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന തരത്തിൽ തെളിവുകളുണ്ടോ, ഇതൊക്കെ തീരുമാനിക്കേണ്ട ബഹുമാനപ്പെട്ട കോടതിയല്ലേ? ഈ തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ ഉള്ളതിനാൽ എന്നൊക്കെ തീരുമാനിക്കേണ്ട കോടതിയാണ്. അല്ലെങ്കിൽ ദിലീപ് വാദികളായിട്ടുള്ള മറ്റുള്ള ആരെങ്കിലുമാണ്.
എനിക്ക് കൂടുതലൊന്നും പറയാൻ. ശരി, ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് രാജകുമാർ, ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അത് സുരാജും ഒപ്പം തന്നെ ദിലീപിന്റെ അഭിഭാഷകനും ഒക്കെ തന്നെയും കണ്ടിട്ടുണ്ട്, അതായത് പലരും കണ്ടിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ എന്നല്ല ഈ പുതിയ തെളിവുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സുരാജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ദിലീപ് കണ്ടിട്ടുണ്ട് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ല സുരാജ് കണ്ടിട്ടുണ്ടെങ്കിൽ ദിലീപ് കണ്ടിട്ടില്ല എന്നല്ലല്ലോ. അഡ്വക്കേറ്റ് അജകുമാർ, താങ്കളോടാണ്. ശരി, അഡ്വക്കേറ്റ് ടി ബി മിനി, ഇപ്പോൾ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന ചില വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എന്തായാലും പുറത്തു പോയി എന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയും, അല്ലേ അഡ്വക്കേറ്റ് ടി ബി മിനി? ഇല്ലേ, ഒരു പ്രധാനപ്പെട്ട തെളിവ് ഇപ്പോഴും പോലീസ് കണ്ടെടുത്തിട്ടില്ല. അതായത് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ എന്താ പറയാ ഡിവൈസ്, അതെ അതെ, ഫോണിലും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്, അത് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് അത് ആ കേസിൽ വലിയ ഫോൾട്ടാണ്. അപ്പൊ അതില് പിന്നെ നമ്മളിപ്പോ പറയണത് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അതിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കോടതിയിലെത്തി. ആ ഡ്യൂപ്ലിക്കേറ്റുമായി അതിലേതാണ് ശരി എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് എനിക്കിപ്പോ പറയാൻ കഴിയാത്തത്. നമ്മൾ അതില് ഇത്തരം ട്രയലിൽ നമുക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് കയറിയിരിക്കാനോ കേൾക്കാനോ പറ്റില്ലാത്ത ഇൻ ക്യാമറ എടുക്കുക. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയാത്തത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു അത്. ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് നോക്കുക, അത് നശിപ്പിക്കുന്നതിന് സമയം കൊടുക്കുക എന്ന് പറയുന്നതും, അങ്ങനെ നശിപ്പിച്ചു എന്ന് പ്രതിഭാഗം വക്കീലന്മാര് പറയുമ്പോൾ അത് കേട്ട് മിണ്ടാണ്ടിരിക്കേണ്ട ഗതികേട് ഉണ്ടായി എന്ന് പറയുന്നത്, കോടതി വക്കീലന്മാരെ ക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഈ കേസിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ അത് കോടതിയിൽ നിന്ന് പുറത്തു വന്നു. നമ്മൾ തന്നെയാണ് അതിന്റെ ഡിസ്കഷനിൽ സംസാരിക്കുന്നത്. ഇപ്പൊ കോടതിയുടെ വിശ്വാസ്യത വലിയ, ഇപ്പൊ കോടതിയുടെ സ്റ്റാഫിനെ ചോദ്യം ചെയ്യാണ് ഇപ്പോ, അങ്ങനെ ആ നിലയിലേക്ക് പോവുകയാണ്. എന്തായാലും നമ്മൾക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആരൊക്കെ ചെയ്താലും അത് തെളിയിക്കപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ വിശ്വസിക്കണം. നമ്മളുടെ ഇത്തരത്തില് ആക്രമിക്കപ്പെടുന്ന വിക്ടിംസിന് നീതി കിട്ടത്തക്ക വിധത്തിൽ എല്ലാവരും രാഹുൽ ഈശ്വരന് നല്ല മനസ്സുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നീതി കിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ശരി, എന്തായാലും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി അഡ്വക്കേറ്റ് രാജകുമാർ, അഡ്വക്കേറ്റ് മിനി, ഒപ്പം തന്നെ ശ്രീ ബാലചന്ദ്രകുമാർ, ഒപ്പം തന്നെ ശ്രീ രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് പൂർണ്ണമാകും. നമസ്കാരം.